നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും +2 ബോട്ടണിയുടെ ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം +1 ബോട്ടണിയും +2 ബോട്ടണിയും നമ്മൾ ശരിക്കും കമ്പയർ ചെയ്യുമ്പോൾ +1 കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടിയും ടെക്നിക്കലായിട്ടുള്ള ടേംസുകൾ കൂടുതലും അതുപോലെ തന്നെ കുറച്ചും കൂടി ബൈഹാർട്ടഡ് സെക്ഷൻസ് വരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ +2 നമ്മൾ എടുക്കുകയാണെങ്കിൽ +2ൽ മാക്സിമം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസാണ് വരുന്നത്. കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാക്സിമം പോർഷൻസാണ് വരുന്നത്. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഏകദേശം ഒരു 5 to 6 ചാപ്റ്റേഴ്സിലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് അത് മാക്സിമം കവർ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഞാൻ പറയുന്ന ഓരോ കൺസെപ്റ്റും അത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ അതിനെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കാം. കാരണം നിങ്ങളൊരു എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് എത്രയാണോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത് അത് മാക്സിമം നിങ്ങൾ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ അത്രയും ഏരിയ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ശ്രദ്ധിക്കാം, നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ആക്ച്വലി ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ സെക്കൻഡായിട്ട് ടെക്നോളജിയുടെ തന്നെ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഏരിയ. ദെൻ ദ തേർഡ് ചാപ്റ്റർ വിൽ ബി സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്കോളജിയിലെ പോർഷൻസ് നമുക്ക് സമയം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ശരിക്കും എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ. കാണുമ്പോൾ ഭയങ്കര ഈസിയാണ്, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ആണ്, പൊല്യൂഷൻ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ബട്ട് ഈവൻ ദോ ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് പോർഷൻസ് വിച്ച് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാമിനേഷൻസ്. എനിവേ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അത് നമുക്ക് ആൻജിയോസ്പേംസ് എന്ന് പറയാം അല്ലേ. ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, ജിംനോസ്പേംസ് ഉണ്ട്, ആൻജിയോസ്പേംസ് ഉണ്ട്, ടെറിഡോഫൈറ്റ്സ് ഉണ്ട്. ബട്ട് നമുക്കിവിടെ പഠിക്കേണ്ടത് ആൻജിയോസ്പേംസിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നൊരു ഏരിയ, അതുപോലെ മാക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന ഏരിയ. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻസ്, എന്താണ് സിംഗമി, അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ ഓരോ സെല്ലുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് നോർമലായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിനേഷൻസ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ആ ചാപ്റ്ററിൻ്റെ എൻഡിൽ വരുന്ന ഒരു 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ. ആ ടേമുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർത്തനോജനസിസ്, അപ്പോമെക്സിസ്, അതുപോലെ വരുന്ന ദ ലാസ്റ്റ് ടേം ഇസ് പോളി എംബ്രിയോണിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഈ 3 ഏരിയകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ പ്രീവിയസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എനിവേ വി ഗോണ ഡിസ്കസ് അബൌട്ട് ഫ്ലോറൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു സ്വെല്ലൻ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്നിട്ടാണ്. അതിന് വിളിക്കുന്ന പേരാണ് തലാമസ് എന്ന് പറയുന്നത്. ഈ തലാമസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റോൾക്കിലേക്ക് സ്ട്രക്ചർ നമ്മൾ വിളിക്കും പെഡിസെൽ. ആൻഡ് ദിസ് വൺ ഈസ് നത്തിങ് ബട്ട് തലാമസ്. ഇതാണ് തലാമസ് എന്ന് പറയുന്നത്. സ്വെല്ലൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ. ഇനി തലാമസിൻ്റെ മുകളിലാണ് ഫ്ലോറൽ വേൾഡ്സുകളുടെ. നിങ്ങൾക്കറിയാം അതൊക്കെ ഫ്ലോറൽ വേൾഡ്സുകൾ എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറൽ വേൾഡ്സ് ഐ എം ഷോയിങ് ഹിയർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അതെന്താ വിളിക്കുക, കാലിക്സ്. ഇതിന് വിളിക്കുന്ന പേരാണ് കാലിക്സ്. കാലിക്സിൻ്റെ സിമ്പിൾ യൂണിറ്റ് ആണ് നത്തിങ് ബട്ട് സെപ്പൽ. കാലിക്സിൻ്റെ സിമ്പിൾ യൂണിറ്റ് ആണ് സെപ്പൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും കളേർഡ് ആയിട്ടുള്ള അട്രാക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഏതാണ് ആ പാട്ട് എന്ന് പറയുന്നത്? കൊറോള. നത്തിങ് ബട്ട് കൊറോള. കൊറോളയ്ക്ക് നമ്മൾ വിളിക്കുന്ന അതിൻ്റെ സിമ്പിൾ യൂണിറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെറ്റൽസ് അല്ലെങ്കിൽ പെറ്റൽ എന്ന് പറയും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതൊക്കെ അസസറി ഓർഗൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ട്രക്ചറാണ് സെക്ഷൽ റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നോക്കുക മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ട് വരുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് നത്തിങ് ബട്ട് ആൻഡ്രീഷ്യം. അതുപോലെ മറ്റൊന്നാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ട് വരുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഗൈനീഷ്യം എന്ന് പറയുന്ന സ്ട്രക്ചർ. സോ ദിസ് ഈസ് ആൻഡ്രീഷ്യം, ദിസ് ഇസ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ സിമ്പിൾ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാമൻ എന്ന് പറയുന്നത്. ക്ലിയർനോ? ഗൈനീഷ്യത്തിൻ്റെ സിമ്പിൾ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈതർ കാർപ്പൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം പിസ്റ്റിൽ. ഒന്നുകിൽ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ, രണ്ടും നമ്മൾ വിളിക്കാറുണ്ട്. ഇതിൽ നമുക്ക് കാലിക്സിനെ നമുക്ക് ആവശ്യമില്ല, കൊറോളനെ നമുക്ക് ആവശ്യമില്ല. കാരണം കഴിഞ്ഞ ഇയറിൽ നമ്മൾ മോർഫോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റേഴ്സിൽ തന്നെ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഓൾ ഡിഫറെൻറ്റ് പാർട്സ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുമാണ്, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. സോ വിൽ ഡിസ്കസ് വിത്ത് ദാറ്റ്. ഓക്കെ, ചോദിച്ചിരുന്നാൽ മതി. നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് വരെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചാപ്റ്റർ പോകുന്നത്. അപ്പോൾ കൺസെപ്റ്റ് മാക്സിമം ക്യാച്ച് ചെയ്യാനുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം. നോക്കിക്കോ, നമ്മളൊരു ആൻഡ്രീഷ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 2 ഭാഗമാണ് മെയിനായിട്ടുള്ളത്.
ഈ ഒരു സ്റ്റോൾക്ക് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും നോക്കുക 2 പോർഷൻസ് ഉണ്ട്, അതിൽ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിലമെൻറ്റ്. ഓക്കെ, ഇനി ദ ഡിസ്റ്റൽ എൻഡ് കാരണം ഈ ഒരു എൻഡാണ് ശരിക്കും നമ്മുടെ തലാമസിൻ്റെ മുകളിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് പ്രോക്സിമൽ എൻഡാണ്. ഈ ഒരു പോർഷനാണ് ഡിസ്റ്റൽ എൻഡ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൽ എൻഡിൽ കാണുന്ന ആളാണ് ആന്തർ. ഓൾ റൈറ്റ്, ആന്തർ. നോക്കിക്കോ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ആന്തർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഒരു ലോബ് ഇവിടെയുണ്ട്. ദിസ് ഈസ് എ സെക്കൻഡ് ലോബ് ഈസ് ദർ. അതുകൊണ്ട് തന്നെ ആന്തറിനെ നമുക്ക് വിളിക്കാം ആന്തർ ഈസ് നത്തിങ് ബട്ട് ബൈലോബ്ഡ് ആണ്. എത്രയാണുള്ളത്? ബൈലോബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇറ്റ് ഈസ് ബൈലോബ്ഡ്. ആന്തർ ഈസ് ബൈലോബ്ഡ്. ബൈലോബ്ഡിന് നമുക്ക് മറ്റൊരു പേരുകൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുക? ഡൈതീക്കസ്. ബൈലോബ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? ഡൈതീക്കസ്. നോക്കുക, ഇപ്പം ആന്തറിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ ഞാനിവിടെ വരക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നു? ഈ ഒരു സ്ട്രക്ചറിനെ ഞാനിവിടെ വരക്കുകയാണ്. ഇതാണ് ആന്തറിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. നോക്കുക, ഈ ആന്തറിൻ്റെ നമ്മൾ ശരിക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് ഒരു ലോബാണ്. ദിസ് ഈസ് ദി അനദർ ലോബ്. ഈ 2 ലോബിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ ഒരു ടിഷ്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ കണക്റ്റിംഗ് ടിഷ്യൂസ് എന്ന് പറയും. കണക്റ്റീവ് ടിഷ്യൂസ്. ഇതാണ് ഈ 2 ലോബിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലോബിലും ഇതാണ് ഫസ്റ്റ് ലോബ് എന്ന് പറയുന്നത്, ഇതാണ് സെക്കൻഡ് ലോബ് എന്ന് പറയുന്നത്. ഓരോ ലോബിലും ആക്ച്വലി ഇതൊരു കോണാണ് അല്ലേ, ഇത് മറ്റൊരു കോണാണ്, ഇത് വേറൊരു കോണാണ്, ഇത് വേറൊരു കോണാണ്. എത്ര എണ്ണം ഉണ്ട്? 1 2 എണ്ണം. വിച്ച് മീൻസ് ടോട്ടലായിട്ട് ബൈലോബ്ഡ് ആണ്. 4 കോൺസ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ടെട്രാഗണൽ. ഇതിനെന്ത് വിളിക്കാം? ടെട്രാഗണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ബൈലോബ്ഡ് ആണ്, ഡൈതീക്കസ് ആണ്, ടെട്രാഗണലാണ്. ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തറിൻ്റെ വാളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത്. നമുക്ക് ആന്തറിന് മെയിനായിട്ട് 4 വാൾസ് ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് എപ്പിഡെർമിസ്. ഏറ്റവും പുറമെ ആന്തറിൻ്റെ ഏറ്റവും പുറമെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള ഒരു സിംഗിൾ ലെയർ അവിടെ കാണുന്നുണ്ട്. ആ ലെയർ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ്. സാധാരണ പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന ആളാണ് നോക്കിക്കോ എൻഡോത്തീസിയം. സെക്കൻഡ് വൺ ഈസ് എൻഡോത്തീസിയം. Then third one is middle layer and very important, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് വൺ ആണ് ടെപ്പീറ്റം എന്ന് പറയുന്നത്. ദ വെരി ഇമ്പോർട്ടൻറ്റ്, ദ ലാസ്റ്റ് വൺ ഇസ് ആക്ച്വലി നത്തിങ് ബട്ട് ടെപ്പീറ്റം. ക്ലിയർ? സോ നോക്കിക്കോ, എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ സിംഗിൾ ലെയർ. ഒറ്റ ലെയർ മാത്രമേ കാണുള്ളൂ, സിംഗിൾ ലെയർ ആണ്. സിമിലർലി എൻഡോത്തീസിയംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ സിംഗിൾ ലെയർ. എന്ത് കൈൻഡ് ഓഫ് സിംഗിൾ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി റേഡിയലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്ത് മിഡിൽ ലെയേഴ്സിൽ middle layer it is not single layer, it is basically 3 to 4 layers of parenchymatous cells ആണ്. 3 മുതൽ 4 ലെയർ ഓഫ് parenchymatous cells ആണ് മിഡിൽ ലെയേഴ്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കോ, അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് ടെപ്പീറ്റം. സിംഗിൾ ലെയർ ആണ്, പക്ഷേ പോളിഗണലി അറേഞ്ച്ഡ് സെൽസ് ആണ് ടെപ്പീറ്റത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളാണ് ശരിക്ക് ഇറ്റ് ഈസ് എൻറിച്ച്ഡ് വിത്ത് ഫുഡ് മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസിന് ഫുഡ് കൊടുക്കുന്ന ആളെന്ന് പറയുന്നത് ടപ്പീറ്റമാണ്, വിച്ച് ഈസ് നറിഷിങ് ദ ഫുഡ് മെറ്റീരിയൽസ് ഫോർ ദി പോളൻ ഗ്രെയിൻസ്. അപ്പോൾ ഇതാണ് ടപ്പീറ്റത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ 4 വാളുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എപ്പിഡെർമിസ് ഉണ്ട് ഫസ്റ്റ് വൺ, പിന്നെ ഏതാ എൻഡോത്തീസിയം, മൂന്നാമത്തേതാ മിഡിൽ ലെയർ. മിഡിൽ ലെയർ എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 3 മുതൽ 4 കാണുന്നുണ്ട് മിഡിൽ ലെയർ. ഏതാ ടൈപ്പ് സെല്ല്? പാരൻകൈമാറ്റസ് സെൽസാണ്. അവസാനത്തെ ആളാണ് ആര്? ടെപ്പീറ്റം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെയറാണ് ഇത് ടെപ്പീറ്റം എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ് ആണ്. അത് മാത്രമല്ല ടെപ്പീറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി നറിഷിങ്. ആരെ നറിഷ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസിനെയാണ് നറിഷ് ചെയ്യുന്നത്. കാരണം പോളൻ ഗ്രൈൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ആളെന്ന് പറയുന്നത് ആണല്ലോ. പോളൻ ഗ്രെയിൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാ മെയിൽ ഗാമറ്റോഫൈറ്റ്. എക്സാമിന് ചോദിക്കും റൈറ്റ് അബൌട്ട് മെയിൽ ഗാമറ്റോഫൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ദി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഡൗട്ടിലായിരിക്കും എന്താ ഈ മെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പോൾ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്താണുള്ളത്? ആക്ച്വലി പോളൻ ഗ്രെയിൻസ് ആണ്. വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ വാൾസ്, എങ്ങനെ അത് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. 4 വാൾ എന്താണ് ഞാൻ വരയ്ക്കുന്നില്ല, ഒരുപാട് സമയം എടുക്കും അതിന്. എനിവേ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ആന്തറിനെ ഞാൻ ഒന്നുകൂടി കാണിക്കാം. ആന്തർ ഞാൻ നേരത്തെ പറഞ്ഞില്ല 4 വാൾസ് ആണ് കാണുന്നത്. അതുപോലെ ഷേപ്പ് എന്ന് പറയുന്ന ടെട്രാഗണൽ ഷേപ്പാണ് ആന്തറിന് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ടെട്രാഗണൽ ഷേപ്സ് എന്ന് പറയാനുള്ള കാരണം ശരിക്കും 4 കോണുകൾ കാണുന്നുണ്ട്. ഈ 2 ലോബിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത് ആക്ച്വലി ആരാണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ് 2 ലോബിനെയും കണക്ട് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 കോണുകളിലും ദർ ഈസ് മൈക്രോസ്പൊറാഞ്ചിയംസ് ആർ പ്രസന്റ്. സീ ഹിയർ, മൈക്രോസ്പൊറാഞ്ചിയംസ് ആർ പ്രസന്റ്. സോ നൗ വാട്ട് ഈസ് മൈക്രോസ്പൊറാഞ്ചിയം? സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമുക്കൊരു സാക്ക് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നൊക്കെ പറയാം. സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ക് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ. സ്പോർ എവിടെയാണോ കാണുന്നത്? സ്പൊറാഞ്ചിയത്തിൽ. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ നോ?
അപ്പോൾ 4 മൈക്രോസ്പൊറാഞ്ചിയംസ് ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സെൻറ്ററിൽ കാണുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാം? ഹോമോജീനിയസ് ആയിട്ടുള്ള സെല്ലുകളാണ്. എന്താ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ? ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ സെൽ വിൽ ബി ലുക്കിംഗ് സിമിലിയർ ഒരേപോലെ കാണുന്ന സെല്ലുകളാണ് ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ കാണുന്നത്. ഇവിടെയൊക്കെ സെൻറ്ററിൽ കാണുന്ന സിമിലർ ടൈപ്പ് ഓഫ് സെല്ലാണ് ഹോമോജീനിയസ് സെല്ലുകളാണ്. അപ്പോൾ ആ ഹോമോജീനിയസ് സെല്ലുകളാണ് ശരിക്കും നമ്മളതിന് വിളിക്കുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂസ്. എന്താ വിളിക്കുന്നത്? സ്പോറോജീനസ് ടിഷ്യൂസ്. ഈവൻ നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താ? ഒന്നൊന്നുമില്ല, ഒരുപാട് സെല്ലുകളുണ്ട്, ഒരുപാട് സിമിലർ ആയിട്ടുള്ള സെല്ലുകളുണ്ട്. അതുകൊണ്ടാണ് സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞ് ഗ്രോത്തിൻ്റെ സമയത്ത് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആന്തർ മെച്ചുറേഷൻ നടക്കുന്നതിനനുസരിച്ചിട്ട് ഈ സ്പോറോജീനസ് സെല്ലുകൾ ഇറ്റ് ഈസ് ബിക്കം ആക്ടിങ് ആസ് മൈക്രോസ്പോർ മദർ സെൽ. മൈക്രോസ്പോർ മദർ സെൽ. നമുക്ക് മൈക്രോസ്പോർ മദർ സെല്ലിനെ ഞാൻ എന്ത് ലെറ്റർ കൊണ്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? സ്മോൾ MMMC, നോട്ട് ക്യാപിറ്റൽ MMMC. ഓക്കെ, ക്യാപിറ്റലാണ് ഇത് അത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറി. അപ്പോൾ മൈക്രോസ്പോർ മദർ സെൽസ് ആണ് സ്മോൾ MMMC എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന സെല്ലുകളാണ്. അപ്പോൾ അതിൻ്റെ പ്ലോയിഡ് എന്തായിരിക്കും? N ആണോ 2N ആണോ 3N ആണോ? ഡെഫിനറ്റ്ലി എന്തായിരിക്കും? എന്താ ശരിക്കും? N ആണോ 2N ആണോ? 2N ആണ് ശരിക്കും പ്ലോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 2N ആണ് പ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെൽസിൻ്റെ പ്ലോയിഡ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എന്താണ്? 2N ആണ് മൈക്രോസ്പോർ മദർ സെൽസിൻ്റെ. ഇവിടെ ഒരുപാട് സ്പോറോജീനസ് സെല്ലുകളുണ്ട്, ഇവിടെ ഒരുപാട് സ്പോറോജീനസ് സെല്ലുകളുണ്ട്, ഇവിടെയും ഒരുപാട് സ്പോറോജീനസ് സെല്ലുകളുണ്ട്, ഇവിടെയുണ്ട്. വിച്ച് മീൻസ് ഇവിടെ ഒരുപാട് മൈക്രോസ്പോർ മദർ സെല്ലുകൾ ഓരോന്നിലും. അപ്പോൾ ഇഷ്ടംമാതിരി മൈക്രോസ്പോർ മദർ സെല്ലുകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ അല്ലേ? ഇനിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് അല്ലെങ്കിൽ ഇലാബറേറ്റ് അബൌട്ട് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയും അല്ലേ? ഇപ്പോൾ ഡെഫിനിഷൻ വൈസ് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് ഡെഫിനിഷനാണ്. എന്താ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്? ജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ആണല്ലോ. എന്തിൻ്റെ ഫോർമേഷൻ? മൈക്രോസ്പോറോജെനസിസ്. വാട്ട് ഈസ് ഇറ്റ്? The process of formation of microspores from microspore mother cell. Very easy, right? വെരി ഈസി. കാരണം എന്താ? നമ്മൾ പഠിക്കുന്ന ടേം മൈക്രോസ്പോർ മദർ സെൽ. മദറിൽ നിന്നിട്ടാണല്ലോ സ്പോർ ഉണ്ടാകുന്നത്. അതാണ് ആ ടേം. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രോം മൈക്രോസ്പോർ മദർ സെൽ ഈസ് നോൺ ആസ് വാട്ട്? മൈക്രോസ്പോറോജെനസിസ്. ശ്രദ്ധിച്ചിരുന്നാൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പോറോജീനസ് സെല്ല് അല്ലെങ്കിൽ ഒരു മൈക്രോസ്പോറോ മദർ സെൽ സ്മോൾ MMMCനോടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ കാര്യം നമ്മൾ പറഞ്ഞതാ. അപ്പോൾ ഒരു സെല്ല് ഇവിടെ നോക്കാം, നമ്മൾ അതിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. 2N ആണ്. ഈ 2N ആയിട്ടുള്ള സെല്ലുകൾ ശരിക്കും ഇറ്റ് അണ്ടർഗോ എ പ്രോസസ് ഓഫ് മിയോസിസ്. ലാസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച എന്താ മൈറ്റോസിസ് ആൻഡ് മിയോസിസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്? വി നോ ദാറ്റ് ആക്ച്വലി മൈറ്റോസിസ് ഇസ് ആക്ച്വലി എന്താണ്? ഇക്വേഷണൽ ആണോ റിഡക്ഷണൽ ആണോ? മൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷണൽ ആണ്. മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷണൽ ഡിവിഷൻ ആണ് അല്ലേ? ഈ മിയോസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരിക്കും സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻസിൽ. മിയോസിസ് നടക്കുന്നത് 2 സ്റ്റെപ്പ് വഴിയാണ്. ഏതൊക്കെയായിരുന്നു? ഒന്ന് മിയോസിസ് 1, മറ്റൊന്നെന്താ മിയോസിസ് 2 എന്ന് പറയുന്നത്. അതിൽ മിയോസിസ് 1 ആണ് റിഡക്ഷണൽ ഡിവിഷൻ, മിയോസിസ് 2 എന്ന് പറയുന്നത് ഈക്വൽ ടു മൈറ്റോസിസ്, ദാറ്റ് ഈസ് എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അപ്പോൾ ആ വഴി നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം. ഒരു മൈക്രോസ്പോർ മദർ സെല്ല് ഇറ്റ് അണ്ടർഗോസ് മിയോസിസ് 1. മിയോസിസ് 1 റിഡക്ഷണൽ ഡിവിഷൻ ആണല്ലോ. അപ്പോൾ ഇയാൾ നോക്കിക്കോ 2 സെല്ലായിട്ട് മാറും. ഇയാളുടെ പ്ലോയിഡ് ഡിപ്ലോയിഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2N ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പുതിയ ഫോം ചെയ്യുന്ന സെല്ലുകളുടെ റിഡക്ഷൻ ഡിവിഷൻ ആണെങ്കിൽ പുതിയ ഫോം ചെയ്യുന്ന സെല്ലുകൾ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലേ? യെസ്, ഓഫ് കോഴ്സ് ഹാപ്ലോയിഡ് ആണ്. യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് ഹാപ്ലോയിഡ് ആണ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സോ മിയോസിസ് 1 കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ നോ ഡൗട്ട് മിയോസിസ് 2, റൈറ്റ്? യെസ്. ഇപ്പോൾ മിയോസിസ് 2 ആണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ മിയോസിസ് 2 നടന്നു കഴിഞ്ഞാൽ ഓരോ സെല്ലുകളും വിൽ ബി ഡിവൈഡഡ് ഇൻ ടു അഗെയിൻ ന്യൂ 2 സെൽസ്. പുതിയ 2 സെല്ലുകളായിട്ട് മാറും. ഈ സെല്ല് നോക്കിക്കോ, പ്ലോയിഡ് ഈക്വൽ ടു എന്താണ്? ഇക്വേഷൻ ഡിവിഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലോയിഡ് എന്താ? N. ഇതിൻ്റെ പ്ലോയിഡിയോ അഗെയിൻ N. ദിസ് ഈസ് ഓൾസോ ഹാപ്ലോയിഡ്. So this is what is it? After microsporogenesis, we are getting 1, 2, 3, 4. How many are there? 4 എണ്ണം. ഇത്രയുണ്ട്. 4 മൈക്രോസ്പോർസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോസ്പോറോജെനസിസ് നടന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ മൈക്രോസ്പോറോ മദർ സെല്ലിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു പോളൻ മദർ സെല്ലിൽ നിന്നിട്ട് നമുക്ക് 4 മൈക്രോസ്പോറുകൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 4 എന്ത് കിട്ടുന്നുണ്ട്? പോളൻ ഗ്രെയിൻസുകൾ കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്ലോയിഡി ആണ്. എന്താ പ്ലോയിഡി? ഹാപ്ലോയിഡ്. ഇവിടെ എന്താ പ്ലോയിഡി? ഡിപ്ലോയിഡ്. ക്ലിയർ നോ? സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ,
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൈക്രോസ്പോറിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ ലെയറുകളെ കുറിച്ചിട്ടാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും സാധാരണ എക്സാമിന് ചോദിക്കുന്നത് മൈക്രോസ്പോറോജെനിസിസ് എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്യാനൊരു ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. യു ക്യാൻ എക്സ്പെക്ട് മാക്സിമം ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയി കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? അടുത്ത് ഇനി നമ്മളിത് നോക്കാൻ പോകുന്നത്, ഇതൊരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ മൈക്രോസ്പോറിൻ്റെ ലെയറുകൾ അല്ലെങ്കിൽ അതിൻ്റെ വാളുകൾ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. നോക്കിക്കോ, ഞാൻ നേരത്തെ എടുത്ത ആ ഒരു മൈക്രോസ്പോറിനെ 4 ഉണ്ടായിരുന്നു, ഒരാളെ മാത്രം ഞാൻ അങ്ങ് കൺസിഡർ ചെയ്തു അല്ലേ. നമുക്കറിയാം ഇയാളുടെ സെൻറ്ററിലുള്ളത് എന്താണ്? ഹാപ്ലോയിഡ് ആണ് അല്ലേ. N ആണ്, നോട്ട് 2N, N ആണ്, ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആളുടെ ഡെഫിനറ്റ് ആയിട്ട് ഇതെന്ന് പറയുന്നത് എന്താണ്? സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ ജസ്റ്റ് പുറത്തായിട്ട് നോക്കിക്കോ, ഒരു ലെയർ ഉണ്ടായിരിക്കും. ദിസ് ഇസ് ദി ഇന്നർ വാൾ എന്ന് പറയുന്നത്. ഇതാണ് ഇന്നർ വാൾ. ഈ ഇന്നർ വാളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റൈൻ. എന്താണ്? ഇൻറ്റൈൻ. ഇനി ഇൻറ്റൈൻ്റെ പുറത്തായിട്ട് ദർ ഇസ് എൻ ഔട്ടർ വാൾ. ഔട്ടർ വാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്കണ്ടിന്യൂസ് വാൾ ആണ്. കണ്ടിന്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ, ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഔട്ടർ വാൾസ്. എന്താ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതിൻ്റെ ഇടയിലായിട്ട് എന്തുണ്ട്? ഇവിടെ സ്പേസുകളുണ്ട്. അപ്പോൾ ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വാൾസ് യു ക്യാൻ സീ ഹിയർ. ക്യാൻ യു സീ ദിസ്? യാ. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ഒരു മൈക്രോസ്പോറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മെയിൽ നമ്മൾ അതിൻ്റെ ഒരു പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് എടുക്കുന്ന ഒരു ഫിഗറാണിത്. നോക്കിക്കോ, അപ്പോൾ ഇതിൽ ഇന്നർ വാളിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നർ വാൾ ഇസ് നത്തിങ് ബട്ട് എന്താണ്? ഇൻറ്റൈൻ. ഇന്നർ വാൾ ഇസ് നോൺ ആസ് വാട്ട്? ഇൻറ്റൈൻ. ഇതിൻ്റെ പുറത്തുള്ള വാളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സൈൻ. ദ ഔട്ടർ വാൾ ഇസ് നോൺ ആസ് നത്തിങ് ബട്ട് എക്സൈൻ. ഇനി ക്വസ്റ്റനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ദ ഇൻറ്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. എന്തുകൊണ്ടാണ് ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഇമ്പോർട്ടൻ്റ്. നോക്കുക, ഇൻറ്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നത്തിങ് ബട്ട് സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ. കമ്പാരിറ്റീവ്ലി തിന്നർ ആയിട്ടുള്ള ഒരു ലെയറാണ് സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എക്സൈൻ എന്ന് പറയുന്ന പുറത്ത് കാണുന്ന ലെയർ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ വെരി ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസ്. അത് നിങ്ങൾക്ക് എക്സാമിന് കംപ്ലീറ്റ് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. എന്താണ്? സ്പോറോപൊളിനിൻ. വാട്ട് ഇസ് ഇറ്റ്? സ്പോറോപൊളിനിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഹാർഡസ്റ്റ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ പ്രസൻറ്റ് ഓൺ ദി ലിവിങ് വേൾഡ് ആക്ച്വലി. അപ്പോൾ സാധാരണ നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, കുറച്ചൊരു ട്വിസ്റ്റായിട്ട് ചോദിക്കും. ഇപ്പോൾ വളരെ മുമ്പുള്ള പോളൻ ഗ്രെയിൻസുകൾ ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൽ നമ്മൾ പറയല്ലേ, ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൽ ഇവരെന്ത് ചെയ്യും? ഇത് ഇത്ര വർഷം മുമ്പ് ഉണ്ടായതായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് വർഷം 10,000 വർഷം മുമ്പുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോളൻ ഗ്രെയിൻസ് അത്രയും വർഷം എക്സിസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദി എക്സൈൻ ഈസ് ആക്ച്വലി മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളിനിൻ. ദി സ്പോറോപൊളിനിൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡിൽ വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് സ്പോറോപൊളിനിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇതാണ് ഇയാളുടെ സൈറ്റോപ്ലാസം ആണല്ലോ. ഇവിടെ നോക്കിക്കോ, ഒരു മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ ഈ സെല്ല് 2ആയിട്ട് മാറും. അതിൽ ഏറ്റവും വലിയ സെല്ല് നോക്കി 2 സെല്ലായിട്ട് മാറും. ഒന്നെന്ന് പറയുന്നത് ഒരു ചെറിയ സെല്ല്. ആക്ച്വലി ആ സെല്ലിനെ നമുക്ക് ദി സെൽ ഈസ് ആക്ച്വലി ഫ്ലോട്ടിങ് ഇൻ ദി ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഈ ലാർജസ്റ്റ് സെല്ല് നോക്കിക്കോ, രണ്ടായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് 2ആയിട്ട് മാറും, സെല്ല് 2ആയിട്ട് മാറും. അതാണല്ലോ കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. അപ്പോൾ ഈ ലാർജസ്റ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി വെജിറ്റേറ്റീവ് സെല്ല്. ലാർജസ്റ്റ് സെല്ല് ആരാ മക്കളെ? ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് ആരാ? ശരിക്കും വെജിറ്റേറ്റീവ് സെല്ലാണ് ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇനി സ്മോളസ്റ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെല്ല്. ഈ ചെറിയ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെല്ല് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻ കാണുന്നത് എത്ര സെല്ല് സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്? ഒന്ന് നോക്കി നോക്കിയേ. ഒരു സെല്ലുണ്ട്. ഏതാ സെല്ല്? വെജിറ്റേറ്റീവ് സെല്ല് അല്ലേ? വെജിറ്റേറ്റീവ് സെല്ല്. ഇത് ഏതാ സെല്ല്? എങ്ങനെ കാണുന്നത്? ലാർജസ്റ്റ് സെല്ലാണ്. രണ്ടാമത്തെ സെല്ല് എന്ന് പറയുന്നത് ജനറേറ്റീവ് സെല്ലാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്നാണ്? ഹാപ്ലോയിഡ് ആണ്. ജനറേറ്റീവ് സെല്ലും നോക്കി നമ്മളിവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പം ബേസിക്കലി ഈ ഒരു കണ്ടീഷൻ നമുക്ക് പറയാം 2 സെൽഡ് സ്റ്റേജ് ആണ് അല്ലേ? പോളൻ ഗ്രെയിൻസ് ഇൻ 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയും. സാധാരണ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്ന സമയത്ത് 60% പ്ലാന്റുകളിലും 60% ഓഫ് ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് ആർ റിലീസിങ് ഇൻ 2 സെൽഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 60% പ്ലാന്റുകളിലും ഈ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെൽഡ് കണ്ടീഷൻസിലായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ക്ലിയർ? യു ഗോട്ട് ഇറ്റ്? യെസ്. ഇനി ബാക്കിയുള്ള ആൾക്കാരിലോ അല്ലേ, ഒരു 40% ആൾക്കാർ പിന്നെ ഉണ്ടല്ലോ. ആ 40% ആൾക്കാരിൽ നോക്കിക്കോ, ഒരു വെജിറ്റേറ്റീവ് സെൽ ഓൾറെഡി ഉണ്ട്, ജനറേറ്റീവ് സെല്ലുണ്ട്. ഇതിനാണ് 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ എന്ത് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു? ഈ കാണുന്ന ജനറേറ്റീവ് സെല്ല് അണ്ടർഗോസ് മൈറ്റോട്ടിക് ഡിവിഷൻ.
ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന എന്ത് സംഭവിക്കും? ഇപ്പൊ ആദ്യത്തെ പോലെ രണ്ടെണ്ണമല്ല മാറി. കാരണം എന്താ? ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുതിയൊരു സെല്ലായി മാറി. ക്ലിയർ അല്ലേ? ഇത് വേറൊരു സെല്ലായി മാറി. ഇപ്പൊ ടോട്ടൽ എത്ര സെല്ലായി? 3 സെൽഡ് കണ്ടീഷൻസ് ആയി അല്ലേ? ഏതൊക്കെയായി ഇനി പുതിയ 2 സെല്ല്? ഇനി അതിനെ ജനറേറ്റീവ് സെൽ എന്ന് വിളിക്കാൻ പറ്റില്ല. ഏതായി പുതിയ 2 സെല്ല്? ഈ പുതിയ 2 സെല്ലാണ് ആക്ച്വലി എന്ത്? മെയിൽ ഗാമേറ്റ്. എന്താ മക്കളെ? മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ഇറ്റ് യെസ്. അപ്പോൾ നോക്കുക, 60% പ്ലാന്റുകളുടെ കേസിലും 2 സെൽഡ് കണ്ടീഷൻസിലാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്? ഡെയ്സൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലീസ് ചെയ്യുന്നത് പോളൻ ഗ്രെയിൻസ്. ബാക്കിയുള്ള 40% ആൾക്കാരിൽ ഈ ജനറേറ്റീവ് സെല്ല് 2 ഡിവൈഡ് ചെയ്തിട്ട് മെയിൽ ഗാമേറ്റ് ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ 2 മെയിൽ ഗാമേറ്റ്സ് അവിടെ പ്രസന്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 3 സെൽഡ് കണ്ടീഷൻസിലാണ് ബാക്കിയുള്ള 40 ആൾക്കാരുടെ അടുത്തുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നോക്കിക്കോ, ഫീമെയിൽ ഓക്കെ ഒരു ക്ലാസ് ഉണ്ടോ? നോ പ്രോബ്ലം, യു ലിസൺ ഹിയർ. ഞാൻ നേരത്തെ പറഞ്ഞു, ശരിക്കും സിമ്പിളായിട്ട് നമ്മൾ പിസ്റ്റിൽ എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കുകയാണെങ്കിൽ നോക്കിയോ, സിമ്പിളായിട്ട് ഞാൻ ഒന്ന് വലുതാക്കിയിട്ട് വരച്ചുതരാം. പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കുക, ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ക്ലിയർ? അതിൽ ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റിഗ്മ. ശരിക്കും സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഓഫ് പോളൻ ഗ്രെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത പോർഷനായിട്ട് വരുന്ന ഇതാണ് നമുക്ക് അറിയാവുന്നതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോർഷൻ ഇസ് ആക്ച്വലി ഓവറി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അല്ലേ? നോക്കിക്കോ, ഈ ഓവറി എന്ന് പറയുന്ന ഏരിയയുടെ ഉള്ളിൽ ദർ ഈസ് എ ലോട്ട് ഓഫ് ഓവേറിയൻ വാക്യൂൾസ് ആർ ദർ. ക്ലിയർ നോ? ഈ ഓവേറിയൻ വാക്യൂൾസിൻ്റെ ഉള്ളിലായിട്ട് യു ക്യാൻ സീ ദി പ്ലാസൻറ്റ. ഈച്ച് പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ ഒവ്യൂൾ കാണുന്നത്. സോ ബേസിക്കലി നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒവ്യൂളാണ്. നോക്കിക്കോ, ഒവ്യൂള് നമ്മൾ അതിനെ ബേസിക്കലായിട്ട് നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുന്ന ഒരു ടേം ആണ് എന്ത്? മെഗാസ്പൊറാഞ്ചിയം. വാട്ട് ഇസ് ഇറ്റ് ടെൽ മീ? മെഗാസ്പൊറാഞ്ചിയം എന്നാണ് അറിയപ്പെടുന്നത്. മെഗാസ്പൊറാഞ്ചിയം. ക്ലിയർ ആണോ? നോക്കുക, ഒരു മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാൻ പോകണം. സപ്പോസ് ഒരു ഓവറി ഉണ്ടെന്ന് വിചാരിച്ചു, ഞാനത് പുറത്തോട്ട് വരയ്ക്കുകയാണ്. ഒരു ഓവറിയിൽ നമുക്കറിയാം അറ്റാച്ച് ചെയ്യുന്ന പ്ലാസൻ്റയിലായിരിക്കും. സപ്പോസ് ദിസ് ഇസ് പ്ലാസൻ്റ. ഈ പ്ലാസൻ്റയിൽ ടച്ച് ചെയ്തിട്ടാണ് ശരിക്കും ഓവ്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണുന്നത്. ഞാനൊരു ഓവ്യൂളിൻ്റെ ഒരു റഫ് ഫിഗറാണ് ഇവിടെ വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? ഒരു ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണിത്. ക്ലിയർ നോ? യെസ്, ദിസ് ഇസ് ഇറ്റ്. ഇതാണ് ഒരു ഓവ്യൂൾ ബേസിക് ബോഡി എന്ന് പറയുന്നത്. ഈ ഓവ്യൂൾ എവിടെയാണ് ഓവറിയിൽ ഓവ്യൂൾ അറ്റാച്ച് ചെയ്യുന്നത്? നോ ഡൗട്ട് ഇറ്റ് ഈസ് പ്ലാസൻ്റ. ക്ലിയർ നോ? ഇനി ഒവ്യൂളിൻ്റെ ബോഡിയിലേക്ക് നോക്കുക. ഈ ബോഡി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദർ ഈസ് ആക്ച്വലി ഒരു സ്റ്റോൾക്ക് ലൈക്ക് സ്ട്രക്ചർ ഇല്ലേ പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്യുന്നത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദറ്റ്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന പോർഷൻസ് ഒവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ദർ ഈസ് യു ക്യാൻ സീ വൺ ജംഗ്ഷൻ ഓവർ ഹിയർ റൈറ്റ് നാ. ഈ ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിലം. എന്താ ജംഗ്ഷൻ വിളിക്കുന്ന പേര്? ഹിലം. ഇനി ഒവ്യൂളിൻ്റെ ബോഡി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദ ഒവ്യൂൾ ഈസ് ബേസിക്കലി ഹാവിങ് 2 ഔട്ടർ കോട്ട്സ്. 2 ഇൻറ്റഗുമെൻസ് ഉണ്ട്. ആ കോട്ടിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻറ്റഗുമെൻസ് എന്നാണ്. ക്ലിയർ? അപ്പോൾ പുറത്തുള്ള ആളെയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് വിളിക്കും ഇറ്റ് ഈസ് ഔട്ടർ ഇൻറ്റഗുമെൻസ്. ക്ലിയർ? ഇന്നർ വൺ ആണ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോൺ ആസ് ഇന്നർ ഇൻറ്റഗുമെൻസ്. 2 ഇൻറ്റഗുമെൻസ് ആണ്. ദിസ് ഈസ് ഔട്ടർ ഇൻറ്റഗുമെൻസ്, ദിസ് ഈസ് പെർഫെക്റ്റ്ലി ഇന്നർ ഇൻറ്റഗുമെൻസ്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും ഓവ്യൂളിൻ്റെ കോട്ട് കാണുന്നില്ല. ചില പോർഷൻസിൽ ഓവ്യൂളിൻ്റെ കോട്ട് ദർ ഈസ് ലാക്കിംഗ് ഈസ്. യു ക്യാൻ സീ ഹിയർ നാ. ഇവിടെ കോട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റഗുമെൻസ് ആബ്സെൻ്റ് ആണ്. This particular area is nothing but it is known as what? Micropylar regions, അല്ലെങ്കിൽ we can say micropylar എന്ന് പറയാം. ഇതാണ് micropylar എന്ന് പറയുന്ന regions. So don't ever get confused that. നമ്മൾ എക്സാമിന് വരയ്ക്കുമ്പോൾ Atropos അല്ലെങ്കിൽ Anatropos ഓവ്യൂൾ വരയ്ക്കുകയാണെങ്കിൽ someone used to have a doubt that ഏതാണ് micropylar regions എന്ന് പറയുന്നത്? Very easy man. എവിടെയാണോ ഇൻറ്റഗുമെൻസ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് ആ റീജിയൻസ് ആണ് മൈക്രോപൈൽ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റീജിയനെ നമുക്ക് വിളിക്കാം എന്ത്? ചെലാസൽ എൻഡ് അല്ലെങ്കിൽ ചെലാസൽ എൻഡ് അല്ലെങ്കിൽ ചെലാസ എന്ന് വിളിക്കും. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഈ ഇന്നർ ഇൻറ്റഗുമെൻസിൻ്റെ ഉള്ളിൽ കാണുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂസിലസ് സെൽസ്. ബേസിക്കലി ന്യൂസിലസ് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിപ്ലോയിഡ് കൈൻഡ് ഓഫ് സെൽസാണ്. എന്ത് ടൈപ്പാണ്? ഡിപ്ലോയിഡ് കൈൻഡ് ഓഫ് സെൽസാണ് ന്യൂസിലസ് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ. ഈ ന്യൂസിലസ് സെല്ലുകളിൽ നോക്കിക്കേ, മൈക്രോപൈലാർ റീജിയൻസിൻ്റെ അടുത്ത് കാണുന്ന വൺ ഓഫ് ദ ന്യൂസിലസ് സെൽ, അഗൈൻ ഐ ആം റിപ്പീറ്റിംഗ്, ദർ ഈസ് ലോട്ട് ഓഫ് ന്യൂസിലസ് സെൽസ് ആർ ദർ, ബട്ട് one of the nucleus cells near the micropylar regions in the eduthu കാണുന്ന one of the nucleus cell become act as megaspore mother cell, MMMC. what is capital MMC ആണ് വരുന്നത് അല്ലേ? മൈക്രോസ്പോറോ സ്മോൾ MMC ആയിരുന്നു.
അപ്പോൾ ഒരാൾ ഏതാൾ ഒരു ന്യൂക്ലിയസ് സെല്ല് എവിടെ കാണുന്ന മൈക്രോപൈലാർ റീജിയൻസിൽ കാണുന്ന ഒരു ന്യൂക്ലിയസ് സെൽ വിൽ ബി ആക്ടിങ് ബിക്കം ആസ് വാട്ട് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ? ഇനി അതിലേക്ക് വന്നാൽ മതി നമുക്ക്. എന്തിലേക്ക്? മെഗാസ്പോർ മദർ സെൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ? എന്താ, ഒരു സെല്ല് മാത്രമാണ്, ഒരു ന്യൂക്ലിയസ് സെല്ല് മാത്രമാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി ആ മെഗാസ്പോർ മദർ സെല്ലിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് ആണ്. വൈ? ഇറ്റ് ഈസ് എ ന്യൂക്ലിയസ് സെൽ, റൈറ്റ്? സോ ദിസ് ഈസ് എ മെഗാസ്പോർ മദർ സെൽ. This megaspore mother cell is undergoing meiosis division. ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. അപ്പോൾ മിയോസിസ് ഡിവിഷൻ ആണെങ്കിൽ നേരത്തെ നമ്മൾ മൈക്രോസ്പോറോജെനസിസിലും മിയോസിസ് പറഞ്ഞു, നാല് സെൽ ഉണ്ടാവുമായിരുന്നു അല്ലേ? ഇവിടെയും സിമിലർ ആയിട്ട് 4 പുതിയ സെല്ലുകൾ ഉണ്ടായിരിക്കും. ദർ ഈസ് നോ ഡൗട്ട് ഫോം ചെയ്യുന്ന പുതിയ 4 സെല്ലുകളും എന്ത് ദിസ് ഈസ് 1 സെൽ, ദിസ് ഈസ് അനദർ സെൽ, ദിസ് ഈസ് അനദർ സെൽ. 4 സെല്ലുണ്ട്, 4ഉം ഹാപ്ലോയിഡ് ആണ്. സോ ദിസ് ഈസ് എൻ, ദിസ് ഈസ് നത്തിങ് ബട്ട് എൻ, ദിസ് ഈസ് ഓൾസോ എൻ, ദിസ് ഈസ് ഓൾസോ റിമെയിൻ ആസ് എൻ. ക്ലിയർ? 4ഉം ഹാപ്ലോയിഡ് ആണ്. ഇനി ഈ കാണുന്ന 4 സെല്ലുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത് 4ഉം ടെട്രാഡായിട്ടാണ് കാണുന്നത്. എന്താ ടെട്രാഡ് എന്ന് പറയുന്നത്? 4ഉം ജോയിൻ ആയിട്ടാണ് കാണുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു സെല്ല് ഇവിടെ അങ്ങനെ മാറിയിട്ടല്ല കാണുന്നത്, 4ഉം ജോയിൻ ആയിട്ടാണ് കാണുന്നത്. ക്ലിയർ? വേരിയസ് ഷേപ്സ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ലീനിയർ നമ്മൾ വരച്ചല്ലേ, അതിപ്പോൾ ടെട്രാഹെഡ്രൽ ഉണ്ട്, ടി ഷേപ്പ് ഉണ്ട്, ഒരുപാട് ഷേപ്പ് ഉണ്ട്. പക്ഷെ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിക്കോ, ഈ ഫോം ചെയ്യുന്ന പുതിയ 4 സെല്ലുകളിൽ ആദ്യത്തെ 3 സെല്ലുകൾ അല്ലെങ്കിൽ ഒരു 3 സെല്ലുകൾ എന്ത് ചെയ്യും? ഇറ്റ് അണ്ടർഗോസ് ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ 4 സെല്ലുകളിൽ 3 ആൾക്കാർ കത്തം അതെന്ത് ചെയ്യും? അത് മരിച്ചു പോകും. മീൻസ് അത് ഡീജനറേറ്റ് ചെയ്യും. ബാക്കിയുള്ള ഒരാൾ ഇവിടെ ഇല്ലേ, ഈ ഒരു പുള്ളിക്കാരനെ നമ്മൾ വിളിക്കുന്നത് ഫങ്ഷണൽ മെഗാസ്പോർ. ഹി ഈസ് നോൺ ആസ് നത്തിങ് ബട്ട് ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് അറിയപ്പെടുന്ന ആൾ ഇയാളാണ്, ഫങ്ഷണൽ മെഗാസ്പോർ. അപ്പം ബാക്കിയുള്ള 3 ആളെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വി ജസ്റ്റ് വാണ്ട് ഫങ്ഷണൽ മെഗാസ്പോർ. ഇനി അത് ശ്രദ്ധിച്ചിരുന്നോ? അപ്പം മെഗാസ്പോറോജെനസിസ് എന്താണെന്ന് നമുക്കറിയാം. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ ഈസ് നോൺ ആസ് വാട്ട്? മെഗാസ്പോറോജെനസിസ്. അത് നടക്കുന്നത് ഇങ്ങനെയാണ്. 4 മെഗാസ്പോർ ഉണ്ടാകുന്നുണ്ട്, ടെട്രാഡ് ആണ്. ദ 3 ഗോട്ട് degenerated and the 1 become act as functional megaspore. So I'm taking this functional megaspore over here. അപ്പോൾ functional megaspore ആണെങ്കിൽ definitely this will be haploid, right? This is a functional megaspore. ഈ functional megaspore ഇനി ദിസ് അണ്ടർഗോസ് മൈറ്റോസിസ് ഡിവിഷൻ. അപ്പോൾ സാധാരണ മൈറ്റോസിസ് ഡിവിഷൻ ആണെങ്കിൽ നമുക്കറിയാം ശരിക്കും എന്ത് ചെയ്യും? കാരിയോകൈനസിസ് വിൽ ബി ഹാപ്പനിങ് ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ കാരിയോകൈനസിസ് സൈറ്റോകൈനസിസ് വിൽ ഓൾസോ ഹാപ്പനിങ് ഹിയർ. ബട്ട് ഇൻസ്റ്റഡ് ഈ ഒരു കേസിൽ ആദ്യം കാരിയോകൈനസിസ് മാത്രം നടക്കുന്നത്. എല്ലാ കാരിയോകൈനസിസ് നടന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ സൈറ്റോകൈനസിസ് നടക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ നോക്കിക്കോ, ഇതൊരു മെഗാസ്പോർ, ഒരു മെഗാസ്പോർ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ മെഗാസ്പോർ വിച്ച് അണ്ടർഗോസ് ഫസ്റ്റ് മൈറ്റോസിസ് അതിൻ്റെ കാരിയോകൈനസിസ്. അപ്പോൾ നോക്കിക്കോ, ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് നോക്കുക, 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഈ ന്യൂക്ലിയസ് കാരിയോകൈനസിസ് നടന്നു, 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഈ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സെല്ലിൻ്റെ 2 പോളിലേക്കായിട്ട് മൂവ് ചെയ്യും. ഏതാ 2 പോൾ എന്ന് പറയുന്നത്? ഒന്ന് മൈക്രോപൈലാർ റീജിയൻസ് അല്ലെങ്കിൽ മൈക്രോപൈലാർ എൻഡും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെലാസിൽ എൻഡിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നു അല്ലേ? ചെലാസിൽ എൻഡിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. This again undergoes a second process which is known as mitosis 2. അപ്പോൾ മൈറ്റോസിസ് 2ലും നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എന്താ ആദ്യം നടക്കുന്നത്? കാരിയോകൈനസിസ് ആണ് നടക്കുന്നത്. നോക്കിക്കോ, ഇയാൾ ഇവിടെ മൈറ്റോസിസ് നടക്കുകയാണെങ്കിൽ പുതിയ വേറെ ആൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇവിടെ 2 ന്യൂക്ലിയസ് ആയി. ഇയാളും ഇവിടെ മൈറ്റോസിസ് നടക്കുകയാണെങ്കിൽ 1 is here and മറ്റൊന്നുകൂടി ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തായി? ടോട്ടൽ 4 ന്യൂക്ലിയസ് ആയിട്ട് മാറി. Again ഈ ഒരു സെല്ല് വീണ്ടും ഇറ്റ് അണ്ടർഗോസ് an another process that is known as mitosis 3 പ്രോസസ് ഇവിടെ നടക്കും. മൈറ്റോസിസ് 3 പ്രോസസ് നടക്കുകയാണെങ്കിൽ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാണുന്ന സെല്ലുകൾ ഓരോന്നും അതിൻ്റെ കോപ്പി ഉണ്ടാക്കും, വിച്ച് മീൻസ് 4 എണ്ണം ഈ ഒരു പോളിലേക്കും സിമിലർ ആയിട്ട് 4 എണ്ണം ഈ ഒരു പോളിലേക്കും. ഏതൊക്കെ പോളുകൾ? ദിസ് ഇസ് മൈക്രോപൈലാർ റീജിയൻസ് ആൻഡ് ദിസ് ഇസ് ചെലാസൽ എൻഡ്. ഇനിയാണ് ഇമ്പോർട്ടൻസ്. ഇനി ഈ കാണുന്നതിൽ നോക്കിക്കുക, ഇവിടെ നിന്ന് ഒരാൾ നേരെ എങ്ങോട്ട് വരും? ഇവിടെ 4 ആളല്ലേ, അതിൽ ഒരാൾ നേരെ സെൻറ്ററിലോട്ട് വരും. സിമിലർ ആയിട്ട് ഇവിടെയുള്ള 4 ആളിൽ ഒരാൾ എന്ത് ചെയ്യും? സെൻറ്ററിലോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരാൾ സെൻറ്ററിലേക്ക് എത്തി, ഇവിടെയും ഒരാൾ സെൻറ്ററിലേക്ക് എത്തി. ദിസ് ഇസ് എൻ ഹാപ്ലോയിഡ്, ദിസ് ഇസ് ഓൾസോ ഹാപ്ലോയിഡ്. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂക്ലിയസുകൾ ഇവിടെ ഉണ്ടായി. ഇനി ഇപ്പോൾ കാരിയോകൈനസിസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞല്ലോ. ഇനി 3 എന്ത് നടക്കാണ്ട്? ശരിക്കും നോക്കി, ഇതിന് ചുറ്റുമായിട്ട് എന്തിൻ്റെ ഫോർമേഷൻ ഉണ്ട്? സെൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഒരു സെൽ ഫോർമേഷൻ ഉണ്ടാവും. ഹിയർ അഗെയിൻ സെൽ ഫോർമേഷൻ. ഓരോ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഒരു സെല്ലിൻ്റെ ഫോർമേഷൻസ് ഇവിടെ ഹാപ്പനിങ് ചെയ്യും. ദിസ് ഇസ് ഇറ്റ്. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അത് നോക്കിക്കേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ദർ ഈസ് 1 2 3 4 5 6 റൈറ്റ്. പിന്നെ ഈ ഒരു വലിയ സെല്ലും ടോട്ടൽ എത്ര സെല്ലുണ്ട്? 7 സെല്ലുണ്ട്. ന്യൂക്ലിയസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 1 2 3 4 5 6 7 8. എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 8 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എ ഫങ്ഷണൽ എംബ്രിയോ സാക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. യു ഗോട്ട് ദ കൺസെപ്റ്റ്?
അപ്പോൾ എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്? ഒരു മെഗാസ്പോറോജനസിസ് നടന്നിട്ട് ഒരാൾ ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് ആക്ട് ചെയ്യും. ആ ഫങ്ഷണൽ മെഗാസ്പോർ അണ്ടർഗോസ് മൈറ്റോസിസ് 1, മൈറ്റോസിസ് 2, മൈറ്റോസിസ് 3 ആൻഡ് ഫൈനലി 8 ന്യൂക്ലിയസ് ഫോർമേഷൻസ് ഉണ്ടാവും അല്ലേ. എന്നിട്ട് ആ സെല്ലിൽ ഓരോ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് സൈറ്റോകൈനസിസ് നടന്നിട്ട് സെല്ലുകളുടെ ഫോർമേഷൻസ് ഉണ്ടാവും. നമ്മൾ ആ സെല്ല് അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി ദർ ഈസ് റൈറ്റ്. അപ്പോൾ ടോട്ടലി നമുക്ക് എന്ത് പറയാൻ പറ്റും? 7 സെൽഡ് 8 ന്യൂക്ലിയസ് കണ്ടീഷൻ. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ക്യാൻ യു സബ്സ്റ്റാൻഷിയേറ്റ്? യു മസ്റ്റ്. എന്താ സ്പോർ എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഈ മൈക്രോപൈലാർ റീജിയൻസിൽ കാണുന്ന 3 സെല്ലുകൾ ഏതൊക്കെയാണ് നോക്കാം. ഈ 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിട്ട് കാണുന്ന 2 എണ്ണം, ഈ 2 എണ്ണം നോക്കിയാൽ ഇവിടെ 3 സെല്ലുകൾ ഞാനൊന്ന് റീഡ്രോ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ NCERT പറയും പോലെ തന്നെ ഒന്ന് റീഡ്രോ ചെയ്ത് വരയ്ക്കുകയാണ്. നോക്കിക്കോ, ഒരു 2 എണ്ണം ഇങ്ങനെ കാണും, 2 എണ്ണം ഇങ്ങനെ ഉണ്ടാവും, ഒരാൾ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ 3 സെല്ലുകളായിട്ട് കാണുന്നത്. ദിസ് ഇസ് ക്ലിയർ. ഈ 3 സെല്ലുകളിൽ ഈ 2 ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈനർജിഡ്സ് അല്ലെങ്കിൽ സിനർജിഡ്സ് എന്നൊക്കെ വിളിക്കും. സൈനർജിഡ്സ്. ക്ലിയർ? യെസ്. ഇനി മുകളിൽ കാണുന്ന ഈ സെല്ലാണ് ശരിക്കും എന്ത് സെൽ എന്ന് പറയുന്നത്? മക്കളെ ശ്രദ്ധിക്കട്ടോ, ഈ സെല്ലാണ് എന്ത്? എഗ് സെൽ എന്ന് പറയുന്നത്. എഗ് സെൽ എന്താണ്? ശരി, ഹാപ്ലോയിഡ് ആണ്. നോ ഡൗട്ട്, എവറി സെൽസ് ആർ ഹാപ്ലോയിഡ്. ഇവിടെ കാണുന്ന, അതായത് നമ്മുടെ ചെലാസൽ എൻഡിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ 3 സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നുള്ളത് നോക്കിക്കോ. ദിസ് ഇസ് നത്തിങ് ബട്ട് ഏത് സെല്ലുകളാണ്? ആൻറ്റിപോഡൽസ്. ഇതേതാണ്? ആൻറ്റിപോഡൽസ് ആയിട്ട് കാണുന്ന സെല്ലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഏതാണ് ആൻറ്റിപോഡൽ സെല്ലുകൾ, ഞാൻ ഏതാണ് സൈനർജിഡ്സ്, ഏതാണ് എഗ് സെല്ലുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? യെസ്. ഇനി സെൻട്രലായിട്ട് കാണുന്ന ഈ ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊളാർ ന്യൂക്ലിയൈ. ദിസ് ന്യൂക്ലിയസ് ഇസ് നോൺ ആസ് വാട്ട്? പൊളാർ ന്യൂക്ലിയൈ എന്ന് പറയും. ഇത് പൊളാർ ന്യൂക്ലിയസ് ആണ് ഈ സെൻട്രലിൽ കാണുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു വലിയ സെല്ല്, ഈ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെൻട്രൽ സെൽ. സെൻട്രൽ സെൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സെല്ലും ഏതൊക്കെയാണ് കംപ്ലീറ്റ് സെൽ, ഏതൊക്കെയാണ് കംപ്ലീറ്റ് ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റുമോ? ന്യൂക്ലിയസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ബാക്കിയുള്ള സെല്ലുകൾ ഏതൊക്കെയാണ്? സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 സെല്ലുകളുണ്ട്, ഒരു എഗ് സെല്ലും 2 സൈനർജിഡ്സും. ഇതിനെ നമ്മൾ ടുഗദറായിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്താ? എഗ് അപ്പാരറ്റസ്. എന്താണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നതിൽ 3 സെല്ലുകളുണ്ട്. 3 സെല്ലുകൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത്. ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2018 ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു സംഭവമാണ്. സൈനർജിഡ്സിൽ കുറച്ച് തിക്കനിങ്സ് കാണുന്നുണ്ട്. എന്ത് ടൈപ്പ് തിക്കനിങ് ആണെന്നറിയോ? സെല്ലുലോസ് തിക്കനിങ്സ്. ഈ തിക്കനിങ്സ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദർ ഈസ് സം സെർട്ടൈൻ കൈൻഡ് ഓഫ് തിക്നെസ് ആർ പ്രസൻസ് ഇൻ സൈനർജിഡ്സ് ആൻഡ് വാട്ട് ആർ ദോസ് തിക്നെസ് ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദാറ്റ്? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈനർജിഡ്സിനുള്ളിലായിട്ട് യു ക്യാൻ സി ദ ഫിലിഫോം അപ്പാരറ്റസ്. ഇതെന്താ വിളിക്കുന്നത്? ഫിലിഫോം അപ്പാരറ്റസ്. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് ശരിക്കും പോളൻ ട്യൂബിനെ ഇതിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പോളൻ ട്യൂബ് നേരെ ഇങ്ങോട്ട് വരും. ആ പോളൻ ട്യൂബിനെ ശരിക്കും ഒരു എംബ്രിയോ സാക്കിനുള്ളിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ, ശരിക്കും വഴി കാണിക്കുക, അതാണ് ഫംഗ്ഷൻ. ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും ആര്? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇനി ഞാൻ അതിലൊരു സംഭവം കാണിച്ചു തരാം. വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനൊരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകും. നോക്കിക്കോ, നേരത്തെ പറഞ്ഞായിരുന്നു ശരിക്ക് 60% മൈക്രോസ്പോറുകളുടെ അല്ലെങ്കിൽ 60% പോളൻ ഗ്രെയിൻസും 2 സെൽഡ് കണ്ടീഷനാണ് അത് ശരിക്ക് ഡെഹിസൻസ് നടക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ 3 സെൽ അല്ലേ. അപ്പോൾ 2 സെൽഡ് ആൾക്കാരാണെങ്കിൽ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് എന്തായിട്ട് മാറും? ആ ഒരു ജനറേറ്റീവ് സെല്ലും ഡിവൈഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സെൽഡായിട്ട് മാറും. അപ്പോൾ അതിൽ 2 മെയിൽ ഗാമേറ്റ് ആണല്ലോ അല്ലേ. അങ്ങനെയാണ് വരുന്നത്. ഈ 2 മെയിൽ ഗാമേറ്റ് ഞാൻ നേരത്തെ ഇവിടെ വരച്ച പിക്ചർ നിങ്ങൾക്ക് അറിയാം. ഒരു എംബ്രിയോ സാക്ക് ഞാനിവിടെ കാണിച്ചായിരുന്നു. എംബ്രിയോ സാക്കിൽ ഇവിടെ 3 സെല്ലുകളുണ്ട്, ഒരു എഗ് സെല്ലുണ്ട്, പിന്നെ 2 സൈനർജിഡ്സ് ഉണ്ട്. ഇവിടെ 3 സെല്ലുകളുണ്ട്, ആൻറ്റിപോഡൽസ് ആണ് അല്ലേ. ഇവിടെ സെൻട്രലായിട്ട് എന്തുണ്ട്? 2 ന്യൂക്ലിയസ് ഉണ്ട്, പൊളാർ ന്യൂക്ലിയസ് എന്ന് പറയും അല്ലേ. ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പോൾ ഈ വരുന്ന 2 മെയിൽ ഗാമേറ്റിൽ ആദ്യത്തെ മെയിൽ ഗാമേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ഫസ്റ്റ് മെയിൽ ഗാമേറ്റ് ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് ആണ്. ദാറ്റ് ഈസ് ഫ്യൂസസ് വിത്ത് ദിസ് എഗ് സെൽ. ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. എഗ് എന്താ? പ്ലോയിഡ്, ഹാപ്ലോയിഡ്. ഇങ്ങനെ ഫ്യൂസ് ചെയ്താൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാ സിംഗമി. കിട്ടുന്ന പ്രോഡക്റ്റാണ് ആര്? സൈഗോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ്, സെക്കൻഡ് മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്ന ആൾ നോക്കിക്കോ, നേരെ വന്നിട്ട് ആരുമായിട്ട് ഫ്യൂസ് ചെയ്ത് നോക്കുക. രണ്ടാമത് വരുന്ന ആള് നമ്മുടെ സെൻറ്ററിൽ 2 പൊളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും. സെൻറ്ററിൽ 2 പൊളാർ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, വി ക്യാൻ സീ ഹിയർ പൊളാർ ന്യൂക്ലിയസ് അതർ. ദിസ് ഇസ് N+N ആണ്. 2 N ഉണ്ട്. ഡിപ്ലോയിഡ് അല്ല, 2 ഹാപ്ലോയിഡ്സ് ആണ്. അത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ബേസിക്കലി ഒരു ട്രിപ്ലോയിഡ് കണ്ടീഷനാണ്. 3N ആണ്. കാരണം എന്താ? ഒരു മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്ന ഒരു ഹാപ്ലോയിഡ്, ആ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആൾ ഒരു പൊളാർ ന്യൂക്ലിയസ് N+N ആണ് അല്ലേ. 2 N ഉണ്ട്. ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ട്രിപ്ലോയിഡ് ആണ്. ട്രിപ്ലോയിഡ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? ട്രിപ്പിൾ ഫ്യൂഷൻ. വൈ ട്രിപ്പിൾ ഫ്യൂഷൻ? 3 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് ട്രിപ്പിൾ അല്ലേ. 2 ആണെങ്കിൽ ഡബിൾ. അപ്പോൾ നോക്കിയോ, ഇതിന് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും.
ഇതോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് നത്തിങ് ബട്ട് നോർമലി സിംഗമി ഫെർട്ടിലൈസേഷൻ സിംഗമി എന്ന് പറയും. അപ്പോൾ ഒരേ സമയത്ത് വരുന്ന രണ്ട് മെയിൽ ഗാമേറ്റ്, ഒരാൾ സിംഗമിയും ഒരാൾ ട്രിപ്പിൾ ഫ്യൂഷനും, രണ്ടും എന്താണ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സാണ്. അതുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. വാട്ട് ഈസ് ഇറ്റ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇലാബറേറ്റ് അബൌട്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ ഇൻ ആൻജിയോസ്പേംസ് ഡബിൾ ഫെർട്ടിലൈസേഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ്. ക്യാൻ യു ഇലാബറേറ്റ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ? എക്സ്പ്ലെയിൻ എങ്ങനെ ചെയ്യണം? ഒന്നാമത്തെ കാര്യം സിംഗമി എങ്ങനെയാണ് നടക്കുന്നതെന്നും, രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് പൊളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും ട്രിപ്പിൾ ഫ്യൂഷനും സിംഗമിയും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ഹാപ്പനിങ് നോർമലി ഇൻ വോട്ട് എന്തിലാണ് നടക്കുന്നത്? ആൻജിയോസ്പെർമിന്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കേട്ടോ മക്കളെ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം കാണുന്നതാണ്. ഇത് ജിംനോസ്പെർംസിലൊന്നും പ്രസൻ്റ് അല്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ ലീവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണ്ടേ, ഇതിൽ നിങ്ങൾ ബാക്കി എന്തൊക്കെ ആലോചിക്കണം, ബാക്കി എന്തൊക്കെ കാണണം, ബാക്കി എന്തൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെയാണ് പോളിനേഷൻസ് അല്ലേ. ആ പോളിനേഷൻ ഓട്ടോഗമി എന്താണ്, ഗേറ്റ്നോഗമി എന്താണ്, സീനോഗമി എന്താണ്. അതിലൊരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നത് ദ ഗേറ്റ്നോഗമി ഈസ് ആക്ച്വലി, നിങ്ങൾ ചോദിക്കുക അത് ഗേറ്റ്നോഗമിയുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫങ്ഷണലി ക്രോസ് പോളിനേഷനാണ്. ഗേറ്റ്നോഗമി ഈസ് ഫങ്ഷണലി എ ക്രോസ് പോളിനേഷൻ, but genetically it is a self pollination. അത് എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. യു ക്യാൻ സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഓട്ടോഗമി അല്ല, ഗൈറ്റ്നോഗമി ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, അല്ലെങ്കിൽ ഫങ്ഷണലി ഒരു സീനോഗമിയാണ്. ബട്ട് ജനറ്റിക്കലി ഇറ്റ് ഇസ് എൻ ഓട്ടോഗമിയാണ്, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരേ ഫ്ലവറിൻ്റെ മെയിൽ ഗാമേറ്റിൽ നിന്ന്, ഒരേ ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ നിന്നിട്ട് പോളൻ ഗ്രെയിൻസ് വീണിട്ട് അതേ ഫ്ലവറിൻ്റെ ഫീമെയിലേക്കാണ് വീഴുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഓട്ടോഗമി. ഒരു പ്ലാന്റിന് രണ്ട് ഫ്ലവർ, മോളുള്ള ഫ്ലവറിൽ മെയിൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടുന്ന് മെയിൽ ഗാമേറ്റ്സ് നേരെ വീണിട്ട് അടിയുള്ള ഫീമെയിൽ ഗാമേറ്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള പെസ്റ്റിൽ കാണുന്ന, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം സ്റ്റിഗ്മയിൽ എന്നിട്ട് വി ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്, ഗൈറ്റനോഗമി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് ഫംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ക്രോസ് പോളിനേഷൻ ആയി തോന്നും. പക്ഷേ എന്താണ് മക്കളെ, ഒരേ പ്ലാന്റ് അല്ലേ, ഓട്ടോഗമി അല്ലേ, സെൽഫ് അല്ലേ, സെയിം ജീൻ അല്ലേ? യെസ്, നോ ഡൗട്ട്. ഇനി മൂന്നാമത്തെ കേസ് ആണെങ്കിൽ ജസ്റ്റ് ക്രോസ് പോളിനേഷൻ, ദാറ്റ് ഇസ് നോൺ ആസ് സീനോഗമി. അപ്പോൾ അത് വരും, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് പാർത്തനോജനസിസ് എന്താണ്, അപ്പോമെക്സിസ് എന്താണ്, അതുപോലെ പോളിഎംബ്രിയോണിക് കണ്ടീഷൻസ്, ഇത് മൂന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും മക്കളെ. ഇതാണ് ഈ പോർഷൻസിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ, ഒരു വളരെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഏതാണ് ചാപ്റ്റർ എന്ന് പറയുന്നത്? നത്തിങ് ബട്ട് നമ്മുടെ ബയോടെക്നോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്നത്. നോക്കുക, ബയോടെക്നോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള സബ്ജക്റ്റ്. ഈവൻ ഞാൻ ബോട്ടണി എടുക്കാൻ എന്നെ വളരെ പ്രേരിപ്പിച്ച സബ്ജക്റ്റാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഞാൻ അഗ്രികൾച്ചർ പഠിച്ച സമയത്ത് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തതും ബയോടെക്നോളജിയിൽ തന്നെയാണ്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ക്ലിയർ? ജസ്റ്റ് മിനിറ്റ്. നോക്കിയേ കേട്ടോ. ഓക്കെ, യെസ്. സോ സ്റ്റുഡൻസ് കം ഹിയർ. ബയോടെക്നോളജി എന്താണ്, ബയോടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. എനിവേ, എന്തായാലും കുറച്ച് പോയിന്റ്സുകൾ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് വാട്ട് ആർ ദ ടൂൾസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരിക. നമുക്കറിയാം എന്തൊക്കെയാണ് ടൂൾസ് എന്നുള്ളത് അല്ലേ, നമ്മളതൊന്നും പേടിക്കില്ല, നമുക്കറിയാം ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്. ഏതാ ഒന്നാമത് ടൂൾസ് എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് ടൂൾ ഓഫ് ബയോടെക്നോളജി ഈസ് നത്തിങ് ബട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ്. RE എന്നൊരു ഷോർട്ട് ഫോം കൊണ്ട് അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്ഷൻ എൻസൈം. സെക്കൻഡ് വൺ ഏതാ മക്കളെ പറ? വെക്ടർ എന്ന് പറയുന്ന ആളാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി മൂന്നാമതായിട്ട് വരുന്ന ആളാണ് ലിഗേസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ലിഗേസ് എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് വി ക്യാൻ സേ എ കോമ്പീറ്റന്റ് ഹോസ്റ്റ് ഈസ് ദർ. കോമ്പീറ്റന്റ് ഹോസ്റ്റ് വിൽ ബി ദർ. ഹോസ്റ്റ് വെറും ഹോസ്റ്റ് ആണല്ല, കോമ്പീറ്റന്റ് ഹോസ്റ്റ് ആണ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനി അഞ്ചാമതായിട്ട് വരുന്ന ആൾ ശരിക്കും വി ക്യാൻ സേ ദാറ്റ് ഒരു DNA പോളിമറൈസിങ് എൻസൈംസിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 4 എഴുതിയാലും കുഴപ്പമില്ല, 5 എഴുതിയാൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. DNA പോളിമറൈസിങ് എൻസൈം ആണ്. ഇങ്ങനെ 5 ആൾക്കാരാണ് നോർമലായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെല്ലാത്തിനും കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം. നോക്കിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്താ ക്വസ്റ്റൻ എന്ന് പറയുന്നത്? വാട്ട് ആർ ദി ടൂൾസ് ഓഫ് ബയോടെക്നോളജി? സോ ദിസ് ഈസ് ദ ടൂൾസ്. ക്ലിയർ അല്ലേ?
നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ കാരണം നമ്മൾ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വി ഹാവ് ടു ഫിനിഷ് ഇറ്റ്. സോ എനിവേ സ്പീഡായിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്യൂബിൽ ഇതേ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് നിങ്ങളത് MSF മലപ്പുറം കമ്മിറ്റിയുടെ സൈറ്റിൽ അതുണ്ട്. അപ്പോൾ അത് വീണ്ടും പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പതുക്കെ കാണുക. ഓക്കെ, ഡൗട്ടുള്ള പോർഷൻസ് പോയിട്ട് കാണാം. എനിവേ റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് റെസ്ട്രിക്ഷൻ എൻസൈം. എന്താ മക്കളെ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി എൻസൈംസ്. നോർമലായിട്ട് ശരിക്ക് നമുക്ക് ബാക്ടീരിയയിൽ നിന്നൊക്കെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട് ഒബ്റ്റെയിൻ ഫ്രം 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. ക്ലിയർ അല്ലേ? റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കട്ട്സ് ദി DNA ഇൻടു നമ്പർ ഓഫ് സ്പീസസ്. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA കട്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് സ്പീസസ് ആക്കി മാറ്റുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഫ്രാഗ്മെൻറ്റൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് അതാണ് ശരിക്കും ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കോ, ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിൽ സാധാരണ നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെറുതെ ഒന്നും എവിടെയും പോയിട്ട് കട്ട് ചെയ്യുന്നില്ല. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള DNA സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രമേ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസും കട്ട് ചെയ്യുള്ളൂ. ആ ഏരിയക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? റെക്കഗ്നിഷൻ സീക്വൻസ് അല്ലേ? റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിവ്. റെക്കഗ്നിഷൻ സീക്വൻസ്. അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. നമുക്കറിയാം ആദ്യം കണ്ടെത്തിയിരിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഇത് ഹിൻഡ് 2. ഒരു 6 ബേസ് പെയർ ഉള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഹിൻഡ് 2 എന്ന് പറയുന്നത്. ഈ ഒരു റെക്കഗ്നിഷൻ സീക്വൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി ഇൻ പാലിൻഡ്രോമിക് സീക്വൻസ്. എന്താ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും സെയിം ആയിട്ട്. ഇപ്പോൾ എക്സാമ്പിളാണ് മലയാളം എന്ന് വായിച്ചു നോക്കിയേ മലയാളം. ഇവിടെ നിന്ന് വായിച്ചു നോക്കിയേ മലയാളം. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയേ മലയാളം. ദിസ് ഈസ് പാലിൻഡ്രോമിക് സീക്വൻസ് അല്ലേ? ഇതാണ് ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പാലിൻഡ്രോമിക് സീക്വൻസ് ഉണ്ടാകുന്ന മാത്രമാണ് ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. അവിടെ മാത്രമേ റെസ്ട്രിക്ഷൻ എൻസൈംസ് നോർമലായിട്ട് കട്ട് ചെയ്യാറുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ചെക്ക് ചെയ്യേണ്ടത് നോക്കുക, ഹിൻഡ് 2 ആണ് ഞാൻ പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നൊരു പോയിന്റ് ഉണ്ട്. What are the 2 type of cuts made by restriction enzymes? ഏതൊക്കെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് മേക്ക് ചെയ്യുന്ന 2 ടൈപ്പ് കട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ 2 ടൈപ്പ് കട്ട് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് സ്റ്റിക്കി എൻഡ് ടൈപ്പ് ഓഫ് കട്ടിങ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് നത്തിങ് ബട്ട് ബ്ലണ്ട് എൻഡ് ഓഫ് കട്ടിങ്. ക്ലിയർ അല്ലേ? നമുക്ക് അതിൽ ഒന്നാമത്തെ നോക്കാം. ഏതാ? സ്റ്റിക്കി എൻഡ് ഓഫ് കട്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. സ്റ്റിക്കി എൻഡ് കട്ടിങ് എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. സ്റ്റിക്കി എൻഡ് കട്ടിങ് എന്താണെന്നുള്ളത് നോക്കിക്കോ. ഇപ്പോൾ സപ്പോസ് ഐ എം ടേക്കിംഗ് എൻ എക്സാമ്പിൾ ഓഫ് ഇക്കോ R1. ഡു യു നോ വാട്ട് ഇസ് ഇക്കോ R1? റൈറ്റ്, യു നോ ഇറ്റ് റൈറ്റ്? ഏതാ ഇക്കോ R1 എന്ന് പറഞ്ഞാൽ? എസ്കറേഷ്യ കൊളൈ RY13 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബാക്ടീരിയത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എന്താണ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഏത്? ഇക്കോ R1 എന്ന് പറയുന്നത്. ഈ ഇക്കോ R1ന്റെ ശരിക്കും ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് GAATTC. യു നോ വാട്ട് ഇസ് GAATTC അല്ലേ? GAATTC എന്ന് പറയും. അപ്പോൾ എത്രയുണ്ട്? 1 2 3 4 5 6 ഒരു 6 ബേസ് പെയർ ആണ്. നോക്കിക്കോ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ അതിനൊരു പിക്ചർ വരച്ചു തരാം. സപ്പോസ് ഇയാൾ ഒരു DNA ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ആ DNA കാണുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സീക്വൻസ് ആണ് GAATTC എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സീക്വൻസ്. സപ്പോസ് ദിസ് ഈസ് 3' to 5' ഡയറക്ഷൻ ആണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പാലിൻഡ്രോമിക് സീക്വൻസ് ആണെന്ന്. ഇസ് ഇറ്റ് പാലിൻഡ്രോമിക് സീക്വൻസ്? ഇവിടെ നിങ്ങോട്ട് വായിച്ച GATTC ആണ് കിട്ടുന്നത്? ആണോ? മലയാളം പോലെയാണോ കിട്ടുന്നത്? അല്ലല്ലോ. പക്ഷേ എന്താ അവിടെ മനസ്സിലാക്കേണ്ടേ? നമുക്കറിയാം എന്താ DNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡ് അല്ല, ഡബിൾ സ്ട്രാൻഡ് ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? നോ ഡൗട്ട്. ആരാ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്? സിയുടെ ഓപ്പോസിറ്റ് G, ടിയുടെ ഓപ്പോസിറ്റ് A, എയുടെ ഓപ്പോസിറ്റ് ടിയുടെ ഓപ്പോസിറ്റ് A, അഗൈൻ എയുടെ ഓപ്പോസിറ്റ് T, തൈമിൻ ഹിയർ ഓൾസോ സൈറ്റോസിൻ എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ? ഇനി ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ ബോണ്ടുകളിലെ മക്കളെ എന്താ ഈ ബോണ്ട്? ഇത് 3' to 5' ഡയറക്ഷൻ ആണെങ്കിൽ ദിസ് വിൽ ബി 5' to 3' ഡയറക്ഷൻ ആയിരിക്കും. ഓരോ ജനറ്റിക് ബേസിൻ്റെ ഇടയിലായിട്ട് നമുക്ക് വി ക്യാൻ സീ ദാറ്റ് ഹൈഡ്രജൻ ബോണ്ട്സ്. കാരണം നമുക്കറിയാം ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ കൊടുക്കാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് എ ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ഇസ് നത്തിങ് ബട്ട് ദ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ ദിസ് നൈട്രോജൻ ബേസസ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി സൈറ്റോസിൻ്റെ അവിടെ 3 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ? നോക്കിക്കോ, എക്കോ R1 എന്ന് പറയുന്ന ആൾ ഒരു DNA ഇങ്ങനെ വായിച്ചിങ്ങനെ പോവുക. ഏത് ഡയറക്ഷനിലേക്ക് വായിക്കുക? 3' to 5' ഡയറക്ഷനിൽ. ഹി ഹാവ് സീൻ GATTC എന്ന് പറയുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീക്വൻസ് കണ്ടു. ഈ സീക്വൻസ് കണ്ട പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഇതിനെ കട്ട് ചെയ്യും. എവിടെ കട്ട് ചെയ്യും മക്കളെ? കട്ട് ചെയ്യുന്ന ബിറ്റ്വീൻ G and A. അപ്പോൾ ഇവിടുന്ന് GAATTC വായിക്കുമ്പം പുള്ളി ഇവിടെ കട്ട് ചെയ്തു. ഇവിടുന്ന് ഇങ്ങനെ 3' to 5' വായിച്ചു നോക്കിയേ. GAATTC വായിക്കുമ്പോൾ പുള്ളി നോക്കിയേ ഇവിടെ വന്നിട്ട് കട്ട് ചെയ്തു. 2 ഡയറക്ഷനിൽ കട്ട് ചെയ്തു അല്ലേ? ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ്. ഇവിടെ 2 ബോണ്ടുകൾ നമുക്കറിയണം, എന്നാലും നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റൂ. ഇതിനിടയിൽ കാണുന്ന ഈ ബോണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. ഏതാണ്? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്സുകളാണ് ഇവിടെ കാണുന്നത്. ക്ലിയർ?
ഇനി ഇവിടെ കാണുന്ന ബോണ്ട് ഏതാ? ഇതാണ് ഹൈഡ്രജൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് അറിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി നമുക്ക് പഠിക്കാൻ പറ്റൂ. എന്താണ് എവിടെയാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് കാണുന്നത്, എവിടെയാണ് ഹൈഡ്രജൻ ബോണ്ട്സ് കാണുന്നത്. ഇനി ഒന്ന് നോക്കിക്കേ, ഈ പുള്ളി ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ ആദ്യം കട്ട് ചെയ്യുന്ന ബോണ്ട് ഏതാ? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടല്ലേ കട്ട് ചെയ്തേ. ഇവിടെ അയാൾ ആദ്യം കട്ട് ചെയ്യുന്ന ബോണ്ട് ഏതാ? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടല്ലേ കട്ട് ചെയ്ത ബോണ്ട് ഏതാ? ഫോസ്ഫോഡൈഎസ്റ്റർ. സി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടി ദെൻ അഗെയിൻ എ ദെൻ പീസ്. ഇതാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഇതാണ് രണ്ടാമത്തെ. അപ്പോൾ നമുക്ക് നോക്കിയോ, ഇങ്ങനെ ഇപ്പോൾ രണ്ടെണ്ണം കിട്ടി, ഇതൊന്നും കിട്ടി, രണ്ട് സ്ട്രാൻഡ് കിട്ടി അല്ലേ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇതിൻ്റെ ഇടയിൽ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പം ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഇയാളുടെ അടുത്തുണ്ട് രണ്ട് ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെ രണ്ട് ഫ്രീ ഹൈഡ്രജൻസ് ഇല്ലേ, ഇവിടെയും GAATTCയിൽ നോക്കി, ഇവിടെ രണ്ട് ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെയും ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെയും ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെയും ഫ്രീ ഹൈഡ്രജൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻസ് ആണ് ബോണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഈ സ്റ്റിക്കി ആൻഡ് കട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഇൻ സ്റ്റിക്കി ആൻഡ് കട്ടിങ് സിൻസ് ബോത്ത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ബ്രേക്കിംഗ് ഹിയർ, ദ ഫ്രീ ഹൈഡ്രജൻസ് വിൽ ബി അവൈലബിൾ ഫോർ മേക്കിംഗ് ബോണ്ടിങ്. അതായത് ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഹൈഡ്രജൻസ് വിൽ ബി അവൈലബിൾ ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. രണ്ട് ബോണ്ട് കട്ട് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടും ഹൈഡ്രജൻ ബോണ്ട്സും. അതുകൊണ്ട് തന്നെ ഫ്രീ ഹൈഡ്രജൻ വിൽ ബി അവൈലബിൾ ഫോർ മേക്കിംഗ് ബോണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ദ സ്റ്റിക്കി ആൻഡ് ടൈപ്പ് ഓഫ് കട്ടിങ് ഇസ് നോൺ ആസ് വാട്ട് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ടൈപ്പ് ഓഫ് കട്ടിങ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിക്കാൻ മതിയല്ലോ, നമ്മളെ ആശാരിമാരൊക്കെ ഒരു മരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഇത് ഇങ്ങനെ ഉണ്ടാക്കുക. അത് രണ്ട് പോർഷൻസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് പോർഷൻ്റെ ജോയിൻസ് വരുന്നത് എങ്ങനെയായിരിക്കും, ഇത് ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ഒരു പെർപെൻഡിക്കുലർ ടൈപ്പ് അല്ലേ. നമുക്ക് പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഇതാണ് ഈസിയായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. പറ്റുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് കട്ടിങ് ആയിരിക്കും. ഇത് ഏത് കട്ടിങ്ങാണ്? സ്റ്റിക്കി ആൻഡ് ടൈപ്പ് ഓഫ് കട്ടിങ് ആണ്. ക്ലിയർ. ഇനി നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ്, ഏതാ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞേ? GAATTC എന്ന് പറയുന്നത്, അല്ല സോറി, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലെൻഡ് എൻഡ് ടൈപ്പ് ഓഫ് കട്ടിംഗ് ആണ്. സോറി നോക്കിക്കോ, ബ്ലെൻഡ് എൻഡ് ടൈപ്പ് ഓഫ് കട്ടിംഗ് എങ്ങനെ നടക്കുന്നത് നോക്കാം. അതിന് നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലുള്ളൂ. നോക്കിക്കോ, വി ഹാവ് സ്പെഷ്യൽ നമ്മുടെ ഇതൊരു റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്, അതിനൊരു റെക്കഗ്നീഷൻ സീക്വൻസ് ആണ്. നോക്കിയോ, അതിൻ്റെ റെക്കഗ്നീഷൻ സീക്വൻസ് ഒന്ന് നോക്കിക്കോ. GGGCCC എത്ര ഉണ്ട്? 6 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരെ വരിക? GGG, ഇതിന് ഓപ്പോസിറ്റ് CCC അല്ലേ. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഈസി. അതിൻ്റെ ഇടയിലൊക്കെ കാണുന്ന എത്ര ബോണ്ടാണ്? ഇവിടെ 3 ബോണ്ട്, ഇവിടെയും 3 ബോണ്ട്, ഇവിടെയും 3 ബോണ്ട്. ഹിയർ ഓൾസോ 3 ഹൈഡ്രജൻ ബോണ്ട്സ് അല്ലേ. ഇനി രണ്ടാമത്തെ ബോണ്ട് ഏതാ മക്കളെ? ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ബോണ്ടിൽ ഏതാ? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഈസ് ദർ. So now this is from 3' to 5' direction, and this will be just opposite, that is 5' to 3' directions. ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ. ഇനി ഞാൻ പറയുന്ന കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, I am saying you that is we have a special restriction enzymes which makes cut between G and C. യുടെ അടുത്താണ് കട്ടിങ് ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 3' അയാൾ വായിക്കുകയാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? നോ. ദിസ് ഇസ് G and G. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? G and G. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഇവിടെ പറ്റൂല. കാരണം എന്താ? ബിറ്റ്വീൻ C and C. So the cutting is made between G and C. കട്ടിങ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഇടുന്ന് വായിച്ചു നോക്കിയേ, ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെയോ? പറ്റൂല. ഇവിടെയോ? ഇവിടെ പറ്റുമോ അല്ലേ? ഇവിടെ പറ്റുമോ? പറ്റൂല. ഇവിടെ പറ്റൂല. അപ്പോൾ കട്ടിങ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇയാൾ കട്ട് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. തിരിച്ച് ഇവിടെ ഒരു ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പീസായിട്ട് മാറി. ഇപ്പോൾ നോക്കിക്കേ, ഇതൊരു പീസും 2 പോസ് മാറി അല്ലേ. ഇവിടെ നിന്ന് ആലോചിക്കാൻ മതി, ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തോ? ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് പോലും ബ്രേക്ക് ചെയ്തില്ല. ഇവിടെ ആകെ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ബോണ്ട് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. വിച്ച് മീൻസ് ദാറ്റ് ഇൻ ബ്ലെൻഡ് എൻഡ് ദർ ഈസ് ഓൺലി ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്സ് ആർ ഗെറ്റിംഗ് ബ്രേക്കിംഗ്, വെറാസ് ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ഇൻടാക്ട്. അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ഹൈഡ്രജൻസ് അവൈലബിൾ ആണോ? ബോണ്ടിങ്ങിന് അവൈലബിൾ അല്ല. ഇത് എഫിഷ്യൻ്റ് ആണോ? ലെസ് എഫിഷ്യൻ്റ് ആണ്. ആലോചിക്കാൻ മതി. നേരത്തെ നമ്മൾ പറഞ്ഞ ആശേരി ഉണ്ടാക്കുന്ന സംഭവമല്ലേ, ഒരു മരം കൊണ്ട് ഉണ്ടാക്കുന്നത്. അയാൾ ഇങ്ങനെയാണ് മരം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന് ഒട്ടിക്കാൻ പറ്റും മക്കളെ? ഇതിന് ഒട്ടിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്കി എൻഡ് ആയാലും ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ബ്ലെൻഡ് എൻഡ് കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ച് ഞാൻ കുറച്ച് പോയിന്റുകൾ പറയണമെന്ന് ആലോചിച്ചിരുന്നത്. ഓക്കെ, അത് വിട്ടേക്കാം. ഇനി ഈ ചാപ്റ്ററിൽ ഞാൻ എനിക്ക് ഡീൽ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് us start. What's the time? ഓക്കെ, നമ്മൾ ഇതിൽ ഡീൽ ചെയ്യാൻ പോകുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി പ്രോസസ് ഓഫ് ശരിക്കും ബയോടെക്നോളജിയുടെ ഒരു പ്രോസസ്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
നോക്കുക, ആ പ്രോസസ്സുകളൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കാം. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് നോക്കുക. ആദ്യം നമ്മൾ ഐസൊലേഷൻ ഓഫ് എ ഡിസൈറബിൾ DNA അല്ലേ. നമുക്കിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വെറൈറ്റി ഉണ്ട്. ഒരു വെറൈറ്റിയിൽ ഒരു ഡിസീസിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷെ നല്ല പ്രോഡക്റ്റ് കിട്ടും. മറ്റേ വെറൈറ്റി, വേറൊരു വെറൈറ്റി നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ വെറൈറ്റിയിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് കുറവാണ്, പക്ഷെ അതിൽ ഈ സ്പെഷ്യലായിട്ടുള്ള ഡിസീസിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജീൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു വെറൈറ്റിയിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള DNA നമുക്ക് എന്ത് ചെയ്യണം, ഫ്രാഗ്മെൻറ്റൈസേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? നോക്കുക, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചിരുന്നോ, ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. എന്നിട്ട് ഏത് സെല്ലിൽ നിന്നിട്ടാണോ നിങ്ങൾക്ക് ആ DNA ഐസൊലേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സെല്ലിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഇതിൽ എടുക്കുന്നു. ഇപ്പോൾ ആ ഒരു സെൽ സൊല്യൂഷൻസ് ഈ ഒരു ടെസ്റ്റ് ട്യൂബിലുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊരു പ്ലാന്റ് സെല്ലാണെങ്കിൽ നമുക്കറിയാം ഈ പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്നത് ആരാ, സെൽ വാൾ കാണാം. നമുക്ക് സെൽ വാൾ ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് സെൽ വാൾ ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻസ്, നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, സെല്ലുലേസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സെൽ വാൾ ആ സെല്ലിൻ്റെ സെൽ വാളിനെ കട്ട് ചെയ്യും. ഇനി എന്ത് ആഡ് ചെയ്യുക, പെക്റ്റിനേസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സെൽ വാൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പോയി. ഇനി അതല്ല, നമ്മൾ എടുക്കുന്ന സെല്ലെങ്ങാനും ഒരു പക്ഷേ ബാക്ടീരിയ ആണെങ്കിൽ ഏത് എൻസൈമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ബാക്ടീരിയൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ലൈസോസൈമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ലൈസോസൈമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി അതിൽ ഫംഗസ് ആണെങ്കിലോ, ഫംഗസിൻ്റെ കേസിൽ സെൽവാൾ ഉണ്ടോ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫംഗസിൻ്റെ കേസിൽ ആരാളേ, കൈറ്റിനേസ് അല്ലേ. അപ്പോൾ ഫംഗസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കൈറ്റിനേസ് അല്ലെങ്കിൽ കൈറ്റിനേസ് നമ്മളോട്, കൈറ്റിൻ എന്ന് പറയുന്ന ഒരു വോളാണല്ലോ, അതുകൊണ്ട് കൈറ്റിനേസ് നമ്മളോട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഈ ബാക്കി നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ സൊല്യൂഷൻ ഉണ്ട്, ആ സെൽ സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ അതിന് സെൽ വാൾ ഉണ്ടോ മക്കളെ? അതിന് സെൽ വാളിൽ എന്തുണ്ട്, സെൽ മെംബ്രെയിൻസ് ഉണ്ട്, അതായത് പ്ലാസ്മ മെംബ്രെയിൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, നമ്മൾ ആവശ്യമുള്ള DNA ഉണ്ട്. അപ്പോൾ നമുക്ക് സെൽ വാളിന് ആവശ്യമുണ്ടോ? സെൽ വാളിന് ആവശ്യമില്ല. സെൽ വാളിന് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതിന് ഒഴിവാക്കിയിടെ. എങ്ങനെ ഒഴിവാക്കാം? സെൽ വാളിന് ആവശ്യമില്ലെങ്കിൽ, സെൽ മെംബ്രെയിൻ ആവശ്യമില്ല അല്ലേ, പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? പ്ലാസ്മ മെംബ്രെയിൻ മെയിൻ കമ്പൗണ്ട് ലിപ്പിഡും പ്രോട്ടീനാണ്. വി വിൽ ജസ്റ്റ് അപ്ലൈ പ്രോട്ടീനേസ് ആൻഡ് ലിപ്പേസ്. പ്രോട്ടീനേസ് അപ്ലൈ ചെയ്യും, ലിപ്പേസ് അപ്ലൈ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റിലേക്ക് എത്തി. പ്രോട്ടോപ്ലാസ്റ്റിലെത്തുമ്പോൾ അവിടെ ചിലപ്പോൾ RNA ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, RNA നമുക്ക് ആവശ്യമില്ല, RNAs കൊടുത്താൽ മതി. എന്തെങ്കിലും വേറെ ആക്കാനുണ്ട്, ഡൈസാക്രൈഡ്സ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ ഡൈസാക്രൈഡൈസ് കൊടുക്കുക, ഡൈസാക്രൈഡൈസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് അതിനുള്ള ആൾക്കാർ പോയി. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട്, ഈ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പെർട്ടിക്കുലർ DNA ഉള്ള ആ DNAയുടെ സൊല്യൂഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്ത് സൊല്യൂഷനാണ് മക്കളെ? ഇത് DNA സൊല്യൂഷൻ. നമുക്ക് ആവശ്യമുള്ള ഏതായിരുന്നു, DNA. ആ DNAയുടെ സൊല്യൂഷനാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് DNA ഇവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമെങ്കിൽ, നമ്മൾ ഇവിടെ നിന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ് എത്തനോൾ സൊല്യൂഷൻ, എത്തനോൾ അല്ലേ, എത്തനോൾ എന്താ, C2H5OH എന്ന് പറയുന്ന ചിൽഡ് എത്തനോൾ സൊല്യൂഷനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ചിൽഡ് എത്തനോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണയും വെള്ളവും കൂട്ടിയ പോലെ ആയിരിക്കും. രണ്ടും എന്തായിരിക്കും, സെപ്പറേറ്റ് കളർ ആയിരിക്കും അല്ലേ. നമുക്കിപ്പോൾ വെള്ളത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ജംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഓപ്പോസിറ്റ് ആയിട്ട് മണ്ണിൻ്റെ വേറെ കളർ ഉണ്ടാവും, നീല കളർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സിമിലർ ആയി ഇവിടുത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിത് ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിട്ട് റിസൾട്ടൻ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ നോക്കുക, ഇത്രയും ഏരിയയിൽ DNA സൊല്യൂഷനാണ് ഉണ്ടായിരുന്നത്, ഇത്രയും ഏരിയയിൽ DNA സൊല്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിൽ കാണുന്ന എത്തനോൾ സൊല്യൂഷനും ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. രണ്ട് സൊല്യൂഷനും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അതിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനും കാണാൻ പറ്റും. ഇനി ചിൽഡ് എത്തനോൾ നിങ്ങളിവിടെ ആഡ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ റിസൾട്ടിനായിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള DNA ഇല്ലായിരുന്നു, ആ DNA നമുക്ക് നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ DNA ഇവിടെ എന്ത് ചെയ്യും, the DNA will get precipitated, which means the addition of chilled ethanol will get precipitate the DNA. എവിടെ DNA precipitate ചെയ്ത് വെക്കുന്നത്? In the junction of the two solution. രണ്ട് സൊല്യൂഷൻ്റെ ജംഗ്ഷനിലായിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, അതിനെ മുകളിലേക്ക് precipitate ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ വളരെ ഈസിയില്ല മക്കളെ. ആദ്യം തൊടുക്കുക, ഇതൊക്കെ കൊടുത്തിട്ട് സെൽവാളൊക്കെ ഒഴിവാക്കുക, പിന്നെ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, DNA സൊല്യൂഷനിലേക്ക് ചിൽഡ് എത്തനോൾ അല്ലേ, എന്താ സ്പിരിറ്റ്, എത്തനോൾ നമ്മൾ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന DNA എന്ന് പറയുന്നത് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ DNA അല്ല, അവിടെ നിങ്ങൾക്ക് ഒരു പ്രസിപ്പിറ്റേഷൻ, ഒരു ഫോംസ് അല്ലെങ്കിൽ ഒരു പത പോലെ നിങ്ങൾക്ക് ഒരു സംഭവം കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന് അങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് കോരിയെടുത്താൽ മതി. സ്പാച്ചുലൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് കോരിയെടുത്താൽ മതി. ഈ പ്രോസസ്സിന് എന്താ മക്കളെ വിളിക്കുന്നത്?
ഈ പ്രോസസ്സിനെ എന്താ വിളിക്കുന്നത്? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പൂളിംഗ്. എന്ത് പ്രോസസ്സിനെ? ദ റിമൂവൽ ഓഫ് ദ precipitate DNA from the junction of the DNA solutions and the chilled ethanol by using a spatula is nothing but known as what? Spooling. This is a question. നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ് സ്പൂളിംഗ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പൂളിംഗ് ആൻഡ് മറ്റൊരു ടേമാണ് ഇല്യൂഷൻ എന്ന് പറയുന്ന 2 ടേംസിനെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അല്ലേ? അപ്പോൾ അത് ആദ്യം സ്പൂളിംഗ് എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള DNA കിട്ടി. അതാണ് നമ്മളെ ഫസ്റ്റ് പ്രോസസ്. ദാറ്റ് ഈസ് വാട്ട്? ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA. അത് കഴിഞ്ഞു നമുക്ക് അല്ലേ? വളരെ ഒരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയാസാണിത്. ആ കൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ക്യാച്ച് ചെയ്ത് പോവുക. ഒരു പ്രശ്നങ്ങളുണ്ടാവരുത്, കറക്റ്റ് ക്യാച്ച് ചെയ്ത് പോവുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ കിട്ടിയിരിക്കുന്ന DNA നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫ്രാഗ്മെൻറ്റൈസേഷൻ ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രാഗ്മെൻറ്റൈസ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു DNA ആണെന്ന് എഴുതിക്കോ, ഇതൊരു DNA എന്ന് എഴുതിക്കോ. ഈ DNA നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കോ ആർവൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ഓരോ പീസുകളായിട്ട് ഫ്രാഗ്മെൻറ്റൈസ് ചെയ്തിട്ട് സെവറൽ പീസാക്കി മാറ്റുക. അതാണ് ഫ്രാഗ്മെൻറ്റൈസേഷൻ ഓഫ് എ DNA ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന സ്റ്റെപ്പ് എന്താണെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഫ്രാഗ്മെൻറ്റൈസ് ചെയ്തിരിക്കുന്ന DNA എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതിനെ ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ, ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ് അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ് ബൈ യൂസിങ് ആരെ വെച്ചിട്ട്? ഏതാ ടെക്നിക്ക്? ജെൽ ഇലക്ട്രോഫോറസിസ്. ടെക്നിക്ക് ഏതാ മക്കളെ? ജെൽ ഇലക്ട്രോഫോറസിസ്. ഏതാ ടേംസ് എന്ന് പറയുന്നത്? ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്സ് വെച്ചിട്ട് അതിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഭയങ്കര ഈസിയാണ്, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ചെയ്തൊരു സംഭവമാണ്. നമ്മൾ അഗ്രികൾച്ചറിനൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റ്സ്, ബയോടെക്നോളജിയിലെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് വരുന്നതാണ്. ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് അതിൻ്റെ വളരെ സുതാര്യമായിട്ട് അല്ലെങ്കിൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് പഠിക്കേണ്ടത്. ശരി, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് അത്ര ആവശ്യമില്ല. നോക്കിക്കോ, ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ എന്താ സംഭവം നോക്കിക്കോ. ഇത് നോക്കാം, നമ്മളൊരു ജെൽ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റിന് അങ്ങ് കൺസിഡർ ചെയ്തു. ഇതാണ് ഒരു ജെൽ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേറ്റ് ഭയങ്കര ബ്ലാങ്ക് ആണ്, പ്ലേറ്റിലൊന്നുമില്ല. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അഗാരോസ് മീഡിയത്തിനെ നമ്മൾ ആഡ് ചെയ്യും. എന്താ മക്കളെ അഗാരോസ് മീഡിയം? കേട്ടിട്ടുണ്ടോ? ഉണ്ട് ഏടാ? ഫസ്റ്റ് ഇയറിൽ നമ്മൾ റെഡ് ആൽഗെ, ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ പഠിച്ചപ്പം റെഡ് ആൽഗെ ആയിട്ടുള്ള ജെലീഡിയം ഗ്രാസിലേറിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? അഗാരോസ് എന്ന് പറയുന്നത് അല്ലേ? ജെല്ലി സബ്സ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ സീവീഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം റെഡ് ആൽഗെ മോസ്റ്റ്ലി സീലാണ്, മെറൈൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നോക്കുക, ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള അഗാരോസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ഇതിനുള്ളിൽ അഗാരോസിനെ ഫില്ല് ചെയ്യുക. എന്തുകൊണ്ട് നമ്മൾ അഗാരോസിനെ യൂസ് ചെയ്യുന്നു? നമ്മൾ എന്തുകൊണ്ട് വാട്ടറിനെ യൂസ് ചെയ്യുന്നില്ല? വാട്ടർ എന്ന് പറയുന്ന കുറച്ചും കൂടി നമ്മൾ നോക്കിയാൽ വിസ്കോസിറ്റി കുറഞ്ഞൊരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് വളരെ കൂടുതലാണ് വാട്ടറിൻ്റെ അല്ലേ. പക്ഷേ അഗാരോസ് എന്താ? അഗാരോസ് ഇസ് എ ജെല്ലി സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഗിവ് എ സീവിങ് എഫക്റ്റ്. എന്താ സീവിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. സീവിങ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അരിപ്പല്ലേ, നമ്മൾ ചായ എടുക്കുമ്പോൾ ചായപ്പൊടി അരിക്കുന്ന സംഭവം, അരിക്കുന്ന പ്രോസസ്സ്, അതാണ് സീവിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ കംപ്ലീറ്റ് ബർദിയ അഗാരോസ് കംപ്ലീറ്റ് ഇതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു വെല്ലുകൾ ഉണ്ടാക്കും. വെൽസ് എന്ന് പറഞ്ഞാൽ കിണറാണ്, പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എന്താ? നമുക്കിവിടെ DNA, നമ്മൾ നേരത്തെ ഐസൊലേറ്റ് ചെയ്തിരുന്ന DNA ഫ്രാഗ്മെൻസിനെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട്. അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്തുണ്ടാക്കുന്നത്? ചെറിയ വെൽസ് ഉണ്ടാക്കുന്നത്. ഇനി നോക്കിക്കോ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്യും. ദിസ് ഇസ് ആൻ ഇലക്ട്രോഡ്, ദിസ് ഇസ് ആൻ അനദർ ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡ് ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്സാണ്. ഈ നെഗറ്റീവ് ഇലക്ട്രോഡ്സിന് വി ആർ കണക്ടിങ് ഇൻ ടു എ പോസിറ്റീവ് ടെർമിനൽ ഓഫ് എ ബാക്ടീരിയ, വെറസ് പോസിറ്റീവ് വൺ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാക്ടീരിയ അല്ലേ. നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്, നമ്മൾ കണക്ട് ചെയ്തു, ബാക്ടറി കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ DNA ഫ്രാഗ്മെൻസിനെ നമ്മൾ ഇതിലേക്ക് ഇടാണ്. DNA ഫ്രാഗ്മെൻസിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. DNA ഫ്രാഗ്മെൻസിനെ ഇതിലൊക്കെ കംപ്ലീറ്റ് DNA ഫ്രാഗ്മെൻറ്റൈസേഷൻ ചെയ്ത് DNA കാണാൻ പറ്റില്ല, പക്ഷേ ആ സൊല്യൂഷൻ ഉണ്ടാക്കുക, സൊല്യൂഷനെ പറഞ്ഞു കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നമ്മളിവിടെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, എന്താ? ഈ DNA ഫ്രാഗ്മെന്റ് വിച്ച് ഇസ് ക്യാരിങ് എ നെഗറ്റീവ് ചാർജ് അല്ലേ. നെഗറ്റീവ് വിൽ ഗെറ്റ് എന്താ? റിപ്പൽ. നെഗറ്റീവ് പോസിറ്റീവ് വിൽ ഗെറ്റ് അട്രാക്ഷൻ അല്ലേ. ഇപ്പോൾ ഇത് നെഗറ്റീവ് ആണ്, ഇവിടെ കാണുന്ന DNA ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ് ആണ്. ഡെഫിനറ്റ് ആയിട്ട് ദിസ് വിൽ ഗെറ്റ് എ റിപ്പൽഷൻ നടക്കുന്നതിൻ്റെ കാരണമായിട്ട് ഈ DNA ഫ്രാഗ്മെന്റ്സ് വിൽ സ്റ്റാർട്ട്സ് മൂവിങ് ടുവാർഡ്സ് ദി പോസിറ്റീവ് ഇലക്ട്രോഡ്സിലേക്ക് അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളൊരു ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്താ? നമ്മളിവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ സൈസ് വളരെ കുറഞ്ഞിരിക്കുന്ന DNA ഫ്രാഗ്മെന്റ്സ് വിൽ ബി ഓൾമോസ്റ്റ് ക്ലോസസ്റ്റ് ടു ദി പോസിറ്റീവ് ഇലക്ട്രോഡ്, വെറാസ്
the largest DNA fragments will be near to the negative electrode. സിഗ്നലിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ലാർജർ സൈസ് ഇവിടെയാണുള്ളത്, സ്മോളർ സൈസ് ഇവിടെയാണുള്ളത്. അത് ഈസിയാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ചെറിയൊരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ വലിയൊരാളും ഒരു 6 ഫീറ്റുള്ള ഒരാളും ഒരു 5 ഫീറ്റ് സംതിങ് ഉള്ള ഒരാൾക്കാരും കൊടുക്കുകയാണെങ്കിൽ 5 ഫീറ്റുള്ള ആൾ ഈസിയായിട്ട് അങ്ങ് നൊയഞ്ഞു പോകും അല്ലേ? ഇതേ സംഭവം അവിടെ നടക്കുന്നത്. എന്താണ്? സീവിങ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ ആൾ ചെറുതാകുമ്പോൾ കുറച്ചും കൂടിയും വെളി കൂടുതലായിരിക്കും, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും അല്ലേ? സോ ദ മൊബിലിറ്റി ഈസ് ഹയർ ഫോർ ദ സ്മോൾ ഫ്രാഗ്മെന്റ്സ്. ഇറ്റ് വിൽ ബി ഹിയർ. ഇനി സപ്പോസ് എനിക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്, സപ്പോസ് ഇതാണ് എനിക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റ്, ഈ കാണുന്ന ആൾ, ഞാൻ അയാൾ എങ്ങനെ എടുക്കും? നോക്കി, ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ജെല്ലല്ല മക്കളെ. ഈ ജെല്ല് എടുക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഇല്ല. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയനെ നമുക്ക് അങ്ങ് മുറിച്ചെടുക്കാൻ പറ്റും അല്ലേ? മുറിച്ചെടുക്കാൻ പറ്റും. ഏതുപോലെ ഹലുവൊക്കെ കഷ്ണങ്ങളിൽ നിങ്ങൾ ഇപ്പം ഇങ്ങനെ കംപ്ലീറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ മുന്തിരിയോ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ആ പോർഷൻ മാത്രം അങ്ങ് കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ ഇതാണ് ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റ് എന്നുണ്ടെങ്കിൽ ഈ ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റിനെ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കൾ എന്ത്? എല്യൂഷൻ. ഇതാ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ വരും. ആ കമ്പാരിസൺ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ എല്യൂഷൻ ആൻഡ് സ്പൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താ എല്യൂഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റ്സ് ഫ്രം ദ ജെൽ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റ് അല്ലേ? ഇന്ന് മുറിച്ചെടുത്തിട്ട് അയാൾ എങ്ങനെ ചെയ്താൽ മതി? പ്യൂരിഫൈ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആളെ കിട്ടിയില്ലേ? യെസ്, യു ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ സെപ്പറേഷൻ കണ്ടു, DNA ഫ്രാഗ്മെന്റ്സിന് സെപ്പറേഷൻ കണ്ടു, ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റിൻ്റെ ഐസൊലേഷനും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ എന്താണ് ചെയ്യേണ്ട കാര്യം എന്നുള്ളൊരു സംഭവം കൂടി നമ്മൾ നോക്കാം. ഇനി എന്താണ് ഇവിടെ ആവശ്യമുള്ളത്? അപ്പോൾ നമുക്ക് ആവശ്യം കിട്ടി, ഏതാളാണ് ആവശ്യമുള്ളത് അയാൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇൻസേർഷൻ ഓഫ് ദിസ് ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ടു ദ വെക്ടർ അല്ലേ? ഇയാളെ കൊണ്ടുപോകുന്ന ആളാണ് ആര്? വെക്ടർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ നമുക്കറിയാം മക്കളുടെ വെക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നാൽ മതി. 2 ടൈപ്പാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഈതർ ഇറ്റ് വിൽ ബി എ പ്ലാസ്മിഡ്. വാട്ട് ഈസ് എ പ്ലാസ്മിഡ്? പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ DNA ആണ്. എവിടെ കാണുന്നത്? ഇപ്പോൾ ബാക്ടീരിയയുടെ കേസിലൊക്കെ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് DNA, ദാറ്റ് ഈസ് ആക്ച്വലി പ്ലാസ്മിഡ് എന്ന് പറയുന്നത് അല്ലേ? ഇനി വെക്ടർ, മറ്റൊരു വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിലുള്ളത് ഒരു ലീനിയർ DNA-യും അതുപോലെ തന്നെ പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള ആളാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാനൊരു സപ്പോസ് ഒരു പ്ലാസ്മിഡിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഈ പ്ലാസ്മിഡ് നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റ്സ് ആ പ്ലാസ്മിഡിലേക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ അല്ലേ? അത് ആഡ് ചെയ്ത് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടല്ല മക്കളെ നമുക്ക് അടുത്ത ടൂൾ ആവശ്യമുള്ളത്. ഏതാ ടൂള്? ലിഗേസ് എന്ന് പറയുന്ന ആളെ നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും TI പ്ലാസ്മിഡ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയത്തിൽ നിന്ന് കിട്ടുന്ന ആളാണ് എന്ത്? നമ്മുടെ TI പ്ലാസ്മിഡ്. എന്താ TI എന്ന് പറഞ്ഞാൽ? ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് അല്ലേ? അപ്പോൾ അതിലെ ട്യൂമർ ഇൻഡ്യൂസിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA നമ്മൾ വിളിക്കുന്ന പേരാ TDNA. സപ്പോസ് ഇതൊരു പെർട്ടിക്കുലർ DNA എന്ന് എഴുതിക്കോ, ഈ DNA ആണ് സപ്പോസ് TDNA എന്ന് പറയുന്നത്. അപ്പോൾ ആ TDNA എന്ന് പറഞ്ഞാൽ ട്യൂമർ ഉണ്ടാക്കും. നമുക്ക് ട്യൂമർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇയാളെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കൊടുക്കുന്ന ആ കൂടി ട്യൂമർ കിട്ടൂല മക്കളെ, ക്യാൻസർ കിട്ടൂലേ? അത് പറ്റൂല. എന്ത് ചെയ്യണം? ആ TDNA നമുക്കങ്ങ് ബ്രേക്ക് ചെയ്താൽ മതി അല്ലേ? ഇയാളങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മാർക്കറായിട്ട് യൂസ് ചെയ്യുന്ന TDNA ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നമുക്ക് ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റ്സിനെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണമായിട്ട് ഓൾറെഡി അവിടെയുള്ള ട്യൂമർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ആ ഒരു DNA-യുടെ ഒരു പ്രോപ്പർട്ടീനെ നമ്മളങ്ങോട്ട് എന്ത് ചെയ്തു? അതിനങ്ങോട്ട് എന്ത് ചെയ്യും? ഒഴിവാക്കി, അല്ലെങ്കിൽ അതിനങ്ങോട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് അവിടെ നമ്മൾ പുതിയ ആളെ കയറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് സാധാരണ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ? ടേം എന്താ? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അപ്പം എക്സാമിന് ഒരു പക്ഷേ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അതിന് ആൻസർ ചെയ്തണം. എന്താ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഇനാക്ടിവേഷൻ ഓഫ് എ റെസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇനാക്ടിവേഷൻ ഓഫ് എ പെർട്ടിക്കുലർ DNA, ഒരു പെർട്ടിക്കുലർ DNA ഫ്രാഗ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ജീനിൻ്റെ ഒരു ഇനാക്ടിവേഷൻ ആണ് ബൈ ദി അഡീഷൻ അല്ലെങ്കിൽ ബൈ ദി ഇൻസേർഷൻ ഓഫ് a desirable DNA fragments into it by the help of restriction enzyme. Restriction enzyme ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വേറൊരാളെ നമ്മൾ ആഡ് ചെയ്യുമ്പം ഓൾറെഡി അവിടെയുള്ള ആളുടെ പ്രോപ്പർട്ടി ആക്ടിവേഷൻ നഷ്ടപ്പെടുന്നതിനെയാണ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നോക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ എന്താണ് വെക്ടറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി ഉണ്ട് മക്കളെ. ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സാമിന് വെക്ടറിൻ്റെ പോയിന്റ്സിൽ ചോദിക്കുന്ന ഒരു പോയിൻ്റാണ് ശരിക്ക്
ഒരു വെക്ടറിനെ നമ്മൾ എടുക്കണമെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആവശ്യമാണ്, ഒരു വെക്ടർ നമ്മൾ എടുക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആ വെക്ടറിൽ ദർ ഷുഡ് ബി ആൻ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ORI. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ORI. രണ്ടാമതായിട്ട് വരുന്നത് ആ വെക്ടറിൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് വേണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റെക്കഗ്നീഷൻ സീക്വൻസ് വേണം, അതാണ് ക്ലോണിങ് സൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട്